പഠിക്കുക ഓർമ്മ എന്തായിരിക്കും ഇവിടെ ആർക്കും അറിയാം? റീസെന്റ് മെമ്മറി അത് മറന്നു അസൽ പേരെന്താ? ആർക്കും അറിയാം? റീസെന്റ് മെമ്മറി മറന്നു പോകുന്ന അസൽ പേരെന്താ? ആരെ ചോദിക്കട്ടെ? സ്കിസോഫ്രീനിൽ വരുമോ? സ്കിസോഫ്രീനിൽ റീസെന്റ് മെമ്മറി മറന്നു പോകാറുണ്ടോ? ഉണ്ടോ? സ്കിസോഫ്രീനിൽ റീസെന്റ് മെമ്മറി മറന്നു പോകാറുണ്ടോ? ഉണ്ടോ? ആർക്കും പറയാം? ഉണ്ടോ? മറന്നു പോകും. റീസെന്റ് മെമ്മറി ഇത് കമന്റ് ചെയ്തില്ല. ഇത് കമന്റ് ചെയ്ത് ഉണ്ടോ? ആർക്കും മറന്നു പോകും? ആ പോവല്ലേ? ആ മറന്നു പോകുന്ന ഒരാൾ പഠിച്ച് സ്റ്റാഫ് നേഴ്സ് എക്സാം പാസ്സായി എങ്ങനെ ഇരിക്കും? ആ മറന്നു പോകുന്ന ഒരാൾ അസുഖം മാറി സ്റ്റാഫ് നേഴ്സ് എക്സാം എഴുതി എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും? ആ മറന്നുപോയ ഒരാൾ പഠിച്ചെഴുതി ഏറ്റവും ഫസ്റ്റ് റാങ്ക് നേടി എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും? ആർക്കും പറയാം? ആർക്കും പറയാം? ഫസ്റ്റ് റാങ്ക് നേടിയാൽ എങ്ങനെ ഇരിക്കും? ആൻസർ കമന്റ് എങ്ങനെ ഇരിക്കും? അത്ഭുതമല്ലേ? 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 ഒരു ആക്സിഡന്റ് കാരണമാ? അത്ഭുതമല്ലേ? അത്ഭുതമാണോ? അത്ഭുതമാണോ? റാങ്ക് സെക്കൻഡ് റാങ്കാണ്. സെക്കൻഡ് റാങ്കാണ്. അത്ഭുതമല്ലേ? ഞാനൊരു കാര്യം വീണ്ടും വീണ്ടും എപ്പോഴും വായിക്കാൻ പറയുന്ന കാര്യം മനസ്സിലായി. അത്ഭുതമല്ലേ അത്? ആ വീഡിയോ അടുത്തന്നെ വരും. ആ വീഡിയോ അടുത്തന്നെ വരും കേട്ടോ. ആ ഒരു വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വരും. അത് എല്ലാവരും കാണുക. അത് നിങ്ങൾക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും കേട്ടോ. വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. സോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് ഫണ്ടമെന്റൽ നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫണ്ടമെന്റൽ നഴ്സിംഗിൽ ഇന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ക്ലാസ് ആണ്. ഫണ്ടമെന്റൽ നഴ്സിംഗിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. സോ എന്താണ് ഫണ്ടമെന്റൽ നഴ്സിംഗ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ കോളേജിൽ നിങ്ങൾ എന്ത് പഠിച്ചു? ഇത് നഴ്സിംഗ് എന്താണ് പഠിച്ചുകൊണ്ടോ? ഫണ്ടമെന്റൽ നഴ്സിംഗ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ ഓഫ് നഴ്സിംഗിൽ ആദ്യത്തെ ദിവസം ഇത് കോളേജ് ഓഫ് നഴ്സിംഗിൽ ഫസ്റ്റ് ദിവസം ഇത് നഴ്സിംഗ് എന്താണ് പഠിച്ചോ? അതിന്റെ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടോടെ? അതിന്റെ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടോ എല്ലാവരും? നഴ്സിംഗ് എന്താണ്, ആ ഒരു കൺസെപ്റ്റ് എന്താണ് പഠിച്ചിട്ടുണ്ടോ? നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് നഴ്സിംഗിന്റെ കൺസെപ്റ്റ് എന്താ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് എന്തിന്റെ യൂട്ടിലൈസേഷനാ? എന്തിനു വേണ്ടി? ഒരു പേഷ്യന്റ് ഇത് റിക്കവറിക്ക് വേണ്ടി സഹായിക്കുന്നതാണോ? ഒരു പേഷ്യന്റ് റിക്കവറിക്ക് വേണ്ടി സഹായിക്കുന്നതാണോ? നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതാണോ? ആണോ? നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നോട്ടൊരു പേഷ്യന്റ് വരുമ്പോൾ അയാളുടെ റിക്കവറിക്ക് വേണ്ടി നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതാണോ നഴ്സിംഗ് എന്ന് പറയുന്നത്? ആണോടെ? ആലോചിച്ച് പറയട്ടെ. പറയാം. നമ്മൾ മുന്നോട്ടൊരു പേഷ്യന്റ് വരുന്നു, അയാളുടെ അസുഖം മാറുന്നതിന് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതാണോ നഴ്സിംഗ് എന്ന് പറയുന്നത്? യെസ് ഓർ നോ? യെസ് ഓർ നോ? മുന്നോട്ട് പേഷ്യന്റ് വരുന്നു, ആ പേഷ്യന്റ് അസുഖം മാറുന്നതിന് വേണ്ടി റിക്കവറിക്ക് വേണ്ടി നമ്മൾ സഹായിക്കുന്നതാണോ നഴ്സിംഗ് എന്ന് പറയുന്നത്? ആണ്. നഴ്സിംഗിന്റെ ഇത് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു തിയറി പറഞ്ഞാരാ? ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണോ അതോ വിർജീനിയ ഹെൻഡേഴ്സൺ ആണോ? നൈറ്റിംഗേൽ ആണോ വിർജീനിയ ഹെൻഡേഴ്സൺ ആണോ? നൈറ്റിംഗേൽ. ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ എന്താ പറഞ്ഞത്? നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം അല്ലെ, ഒരു സിക്കായി വരുന്ന ഒരാളുടെ റിക്കവറിക്ക് വേണ്ടി അയാളുടെ ആ ചുറ്റുമുള്ള സാഹചര്യം റിക്കവറിക്ക് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം ഒരു സിക്കായ ഒരാൾക്ക് റിക്കവർ ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞ സിമ്പിൾ ഡെഫിനിഷനാണ്. ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഫസ്റ്റ് ദിവസം പഠിക്കുന്ന കാര്യമാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരു സാഹചര്യം, ഒരു സിക്കായ ഒരാൾക്ക് റിക്കവറിക്ക് വേണ്ടി അത് യൂട്ടിലൈസ് ചെയ്യാൻ സഹായിക്കുക എന്ന് പറയാൻ നമ്മുടെ ഓരോരുത്തരെയും ചുറ്റുമുള്ള ഒരു സാഹചര്യമുണ്ട്.
ആ സാഹചര്യം ഒരാളുടെ സിക്കായ ഒരാൾക്ക് റിക്കവറിക്ക് വേണ്ടി സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വിളിക്കുക അതിനെ? എന്ത് വിളിക്കുക അതിനെ? നഴ്സിംഗ് അല്ലേ? നഴ്സിംഗ് അല്ലേ? നഴ്സിംഗ് അല്ലേ? ഈ ഡെഫിനിഷൻ പണ്ട് ഫസ്റ്റ് ഇയർ പഠിച്ചു. ഇല്ല, മറന്നു പേരല്ലേ? മറന്നു പേരില്ല. കാരണം എന്താണ്? വർഷങ്ങൾക്ക് മുമ്പേ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് മറന്നു പോയില്ലേ? മറന്നു കാര്യമില്ലേ? ആര് പറഞ്ഞത്? അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് വിർജീനിയ ഹെൻഡേഴ്സനാണോ ഓർ ഫ്ലോറൻസ് നൈറ്റിംഗലാണോ? അവിടെ കൺഫ്യൂഷൻ ഉണ്ട്. വിർജീനിയ ഹെൻഡേഴ്സനാണോ ഫ്ലോറൻസ് നൈറ്റിംഗൽ? സിമ്പിൾ ആയിട്ട് ആരാ പറഞ്ഞത്? എൻവിയോമെന്റ് എന്ന് പറയുമ്പോൾ ആരാ പറഞ്ഞേ? നൈറ്റിംഗൽ ആരായിട്ടാണോ? ആണോ? കാരണം എന്താ? നൈറ്റിംഗേലിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ നല്ല ഇത് വെൽ ക്ലീൻഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണോ? ആ എൻവിയോമെന്റ് എന്ന് പറയുമ്പോൾ നല്ല വെൽ ക്ലീൻ ആയിരുന്നോ? ഓർ ഇത് വെന്റിലേറ്റർ ആയിരുന്നു? വാർസോൺ യുദ്ധകാലഘട്ടം അല്ലേ? യുദ്ധകാലഘട്ടം 1860 അല്ലേ? 1860 മുതൽ 1900 വരെ അല്ലേ? അല്ലേ? പറഞ്ഞു ഞാൻ ഫുൾ മലയാളം പറയുന്നത്. എന്റെ ക്ലാസ് ഫസ്റ്റ് കേൾക്കുന്ന ആൾക്കാർ പറയുന്നത് ഞാൻ ഫുള്ള് മലയാളം പറയുന്നത്. കംപ്ലീറ്റ് ക്ലാസ് ഫുള്ള് ഞാനാ പഠിപ്പിക്കുന്നത്. വേറെ ഒരാളും വന്ന് നിങ്ങളെ സഹായിക്കില്ല. ഇതല്ലേ? ഞാൻ വേറെ ആരെയും വെച്ച് പഠിപ്പിക്കില്ല ഒരിക്കലും. ഇന്ന് കാരണം അറിയാമോ? എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അറിയാലോ, എനിക്ക് വേണമെങ്കിൽ വേറെ ആരെയും വെച്ച് പഠിപ്പിക്കാം. രാവിലെ ഒരു ബാച്ചുണ്ട്, ഉച്ചയ്ക്ക് ബാച്ചുണ്ട്, ഈവനിങ് ബാച്ചുണ്ട്. എനിക്ക് വേറെ ആരെയും വെച്ച് പഠിപ്പിക്കാൻ എന്തുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഇല്ല? എന്തുകൊണ്ട് അറിയാതെ? എനിക്ക് എന്ത് വേണം? ആർക്കറിയാം? ആർക്കും അറിയാം എനിക്ക് എന്ത് വേണം? എനിക്ക് എന്ത് വേണം? റാങ്ക് വേണ്ടേ? എനിക്ക് റാങ്ക് വേണം. ഞാൻ വെറുതെ പാസ്സായ ആരുടെയും വീഡിയോ ഇട്ടിട്ടില്ല. റാങ്ക് വേണം. റാങ്ക് തരോ? തരുന്ന ക്ലാസ് പഠിച്ചാൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടും. ആ റാങ്ക് എനിക്ക് തരണം. തരോടെ എല്ലാരും? പറയടേ, ഇത് കുറെ ആൾക്കാരുണ്ട്. പറയടേ, തരോടെ റാങ്ക്? പഠിക്കും. അപ്പൊ ഇന്ന് നൈറ്റിംഗേലിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അവിടുത്തെ എൻവയോൺമെന്റ് വളരെ ക്ലീൻ ഒന്നും അല്ലല്ലേ? ഇത് വാർസോൺ അല്ലേ? അവിടെ വലിയ ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഇല്ല. അതിന്റെ ക്വയറ്റ് എൻവയോൺമെന്റ് ഉണ്ടോ? ഇല്ല. ഇത് വാർസോണിൽ എവിടെയെങ്കിലും ഇത് ക്വയറ്റ് ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. വാർസോണിൽ എവിടെയെങ്കിലും ഇത് ക്വയറ്റ് എൻവയോൺമെന്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ആ സാഹചര്യം വേണമെന്ന് പറഞ്ഞു തരാ നൈറ്റിംഗേലാണ്. വർഷം 1860 അല്ലേ? 1860 ശേഷമല്ലേ? ആ സമയത്താണ് ഏറ്റവും വാറുള്ളല്ലേ? ആ ഫ്ലോറൻസ് നൈറ്റിംഗേലാണ് എപ്പോഴും പറഞ്ഞ കാര്യം. എന്ത് പറഞ്ഞു? വലിയ ക്ലീൻ എൻവയോൺമെന്റ് വേണം. എന്താണ്? വാറൊന്നും പാടില്ല. വെന്റിലേറ്റർ ആയിരിക്കും. പറഞ്ഞില്ലേ? ദ ക്വയറ്റ് ആൻഡ് വെന്റിലേറ്റർ ആയിരിക്കണ്ടേ? വേണോ? ദ ക്വയറ്റ് ആൻഡ് വെന്റിലേറ്റർ ആയിരിക്കണോ? വേണോ? അപ്പൊ ഇന്ന് ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ത് ഡെഫിനിഷൻ പറഞ്ഞു? ഫസ്റ്റ് ഇയർ നഴ്സിംഗ് പഠിച്ച കാര്യമാണ്. നൈറ്റിംഗേൽ പറഞ്ഞ എന്ത് കാര്യം പറഞ്ഞു? ഒരു പേഷ്യന്റ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അതൊരു എൻവയോൺമെന്റ് വേണം എന്ന് പറഞ്ഞല്ലേ? ഈ ചോദ്യം നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്ന കാര്യം വിർജീനിയ ഹെൻഡേഴ്സനാണോ നൈറ്റിംഗേൽ ആണോ? ആരാ? ഇനി മറക്കരുത്. ആരാ പറഞ്ഞത്? ചോദിക്കും. ആരാ പറഞ്ഞത്? മാത്രമല്ല ഈ ഡെഫിനിഷൻ നോക്കുമ്പോൾ എന്താണ്? ഇത് സിക്കായ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത കാര്യമാണോ? സിക്കായ അസുഖമുള്ള ഒരാളെ മാത്രം ഫോക്കസ് ചെയ്താണോ? ആണോ? സിക്കാണോ? അത് മാത്രമാണോ? അല്ല. പിന്നെ എങ്ങനെയാ? അസുഖം ഉണ്ടാകാൻ വേണ്ടി സാഹചര്യം ഉള്ള ആൾക്കാരുണ്ടോ ഇവിടെ? സാഹചര്യമുള്ള ആൾക്കാരുണ്ടോ? അവരെയും നോക്കുന്നില്ലേ? അവരും നോക്കുന്നുണ്ട്. അതിന്റെ പാലിയേറ്റീവ് ഉള്ള അത് നോക്കുന്നുണ്ടോ? അസുഖമുള്ള സാഹചര്യമുള്ള ആൾക്കാരും നോക്കുന്നുണ്ട്. പാലിയേറ്റീവ് എന്താ? പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിയേറ്റീവ് എന്താണ്? പാലിയേറ്റീവ് ഫംഗ്ഷൻ ഉണ്ടോ? ഉണ്ടോ? ഒരു ഇൻഡിവിജ്വലിനെ സിക്കാണെങ്കിലും അവനൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അവന്റെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കാറുണ്ട്. അതിന്റെ പാലിയേറ്റീവ് ഫംഗ്ഷൻ ഉണ്ടോ? ആലോചിക്കും. പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എനിവൺ? ആർക്ക് പറയാം? റീഹാബിലിറ്റേഷൻ വരുന്ന കാര്യമാണോ?
ആണ്. അപ്പൊ സിക്ക് അല്ലാത്തൊരാൾക്ക് നമുക്കറിയാണ്ടോ, സിക്ക് അല്ലാത്തൊരാൾക്ക് അസുഖം വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഹെൽത്ത് പ്രൊമോഷൻ നോക്കണം. നമ്മളിപ്പോഴും സിക്ക് അല്ലാത്തൊരാൾക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി ഹെൽത്ത് പ്രൊമോഷൻ ചെയ്യാറുണ്ടോ നിങ്ങൾ? എസ് പറഞ്ഞോ. സിക്ക് അല്ലാത്തൊരാൾക്ക്, ഞാൻ ഫുള്ള് മഴ പറഞ്ഞത് ഉണ്ടോ? ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞു, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ടോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷൻ അത് എന്ത് തരം പ്രിവെൻഷനാ? പ്രൈമറി പ്രിവെൻഷൻ ആണോ, പ്രൈമോഡിയൽ ആണോ, സെക്കൻഡറി ആണോ, ടെറിഷറി ആണോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രൈമറി പ്രിവെൻഷൻ ആണോ, പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആണോ, സെക്കൻഡറി പ്രിവെൻഷൻ ആണോ, ടെറിഷറി ആണോ? ആലോചിച്ച് പറയുക, ചോദ്യം വരും. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇത് പ്രൈമോഡിയൽ അല്ലേ? പ്രൈമോഡിയൽ അല്ലേ? ആർക്ക് പറയാം? ആർക്ക് പറയാം? പ്രൈമോഡിയൽ അല്ലേ? പ്രൈമോഡിയൽ അല്ലേ ഹെൽത്ത് എഡ്യൂക്കേഷൻ? അത് വാക്സിൻസ് എന്താ? വാക്സിൻസ് പ്രൈമോഡിയൽ ആണോ, പ്രൈമറി ആണോ, ടെറിഷറി ആണോ, സെക്കൻഡറി ആണോ? വാക്സിൻസ് പ്രൈമറി ആണോ? അത് പ്രൈമോഡിയൽ ആണോ? വാക്സിൻസ് and immunization എന്താ? immunization എന്താ? പ്രൈമറി and കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാ? and ഡിവൈസ് എന്തൊക്കെയാ? അതിന് എക്സാമ്പിൾ ചെയ്താ? പ്രൈമറി ആണോ, പ്രൈമോഡിയൽ ആണോ, കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് പ്രൈമറി. and ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താ? പറയാം. ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൈമോഡിയൽ അല്ലേ? അപ്പം റിസ്ക് ഫാക്ടറിന്റെ എമർജൻസി മുമ്പായിട്ട് ഒരു ഇൻഡിവിജ്വൽ സിക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് നോക്കേണ്ട ആവശ്യം ആർക്കാ? ഇത് നഴ്സിന്റെ അല്ലേ? അത് നഴ്സിന്റെ ഒരു കുഴപ്പമല്ലേ? അല്ലേ? ഒരു ചെറുപ്പക്കാരൻ വലിയ കുഴപ്പമൊന്നുമില്ല ആണെങ്കിൽ ആരോഗ്യം കൂടുതലായിട്ട് അത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കണമെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുത്താൽ പ്രൈമറി ആണോ, പ്രൈമോഡിയൽ ആണോ, സെക്കൻഡറി ആണോ, ടെറിഷറി ആണോ? ഒരു ചെറുപ്പക്കാരനാണ് ഒരു അസുഖം വരാൻ ഒരു ചാൻസ് ഇപ്പൊ ഇല്ല, പക്ഷെ അയാൾക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുത്താൽ എന്താ? പ്രൈമോഡിയൽ ആണോ, പ്രൈമറി ആണോ? പ്രൈമോഡിയൽ അല്ലേ? ഇപ്പൊ ഒരു ചെറുപ്പക്കാരനാണ് ഒരു കുഴപ്പമില്ല, അയാളുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത് നഴ്സിംഗിന്റെ ഭാഗമല്ലേ? അതും നഴ്സിംഗിന്റെ ഭാഗമല്ലേ? ചെറുപ്പക്കാരനാണ്, അസുഖം ഇപ്പൊ ഒന്നുമില്ല, പക്ഷേ അസുഖം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കില്ലേ? ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഏരിയയിൽ പോയിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഏരിയയിൽ പോയിട്ട് ആർക്കെങ്കിലും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ആ കൊടുത്ത സമയത്ത് അസുഖം ഉണ്ടായിരുന്ന ആൾക്ക്? ഇല്ലല്ലോ. ആ കൊടുത്തപ്പോൾ അസുഖം ഉണ്ടായിരുന്നു? ഇല്ല അല്ലേ? ഇല്ല. ഇനി ഒരാൾ സിക്കാണ്, അയാൾ ഹെൽത്ത് റിക്കവർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് നഴ്സിംഗിന്റെ ഭാഗമല്ലേ? ഇനി ഒരാൾ സിക്കായ ഒരാൾക്ക് ആ ഹെൽത്ത് റിക്കവർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതും നഴ്സിംഗിന്റെ ഭാഗമല്ലേ? ഭാഗമല്ലേ? ആണ്. ഇനി ഇത് ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ പീസ് ഓഫ് ഡെത്ത് ഉറപ്പുവരുത്തുന്നതും അസിസ്റ്റ് ചെയ്യുന്നതും നഴ്സിംഗിന്റെ ഭാഗമല്ലേ? അവസാന നിമിഷങ്ങളിൽ ടെർമിനേഷൻ ഓഫ് ദ ലൈഫ് സമയത്തും പീസ് ഓഫ് ഡെത്ത് ഉറപ്പുവരുത്തുന്നതും നഴ്സിന്റെ ഭാഗമല്ലേ? അസിസ്റ്റ് ചെയ്യുക. പാലിയേറ്റീവ് കെയർ ആണോ? അപ്പൊ ഒരാളുടെ ആരോഗ്യം ഇല്ലാത്ത അവസരത്തിലും അയാൾ ഇൻഡിപെൻഡൻസിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക എന്നത് പറഞ്ഞ നഴ്സിംഗ് അല്ലേ? ഇവിടെ അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, ഇതിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. നഴ്സിംഗിന്റെ ഡെഫിനിഷൻ ആണ് ഞാൻ പറഞ്ഞത്. ആരാണ് പറഞ്ഞത്? നൈറ്റിംഗേൽ ആണോ, വിർജീനിയ ഹെൻഡേഴ്സൺ ആണോ, റോയ് ആണോ? ആരാണ്? കാലിസ്റ്റർ റോയ് ആണോ? ആരാ പറഞ്ഞത്? ഇവിടെ ചോദ്യം വരുന്നത് ആരാ? ഡെഫിനിഷൻ
ആർക്ക് പറയാം? ഞാൻ ഈ പറഞ്ഞ രമേഷ് ആര് പറഞ്ഞു? സിക്കാണോ അല്ലയോ അയാളുടെ ആക്ടിവിറ്റി നോക്കുക. അത് വെർജിൻ ഹെൻഡേഴ്സൺ അല്ലേ? ഇൻഡിപെൻഡൻസിൽ വർക്ക് ചെയ്യുക. ആരാ പറഞ്ഞത്? ഹെൻഡേഴ്സൺ അല്ലേ? ഹെൻഡേഴ്സൺ അല്ലേ? വിർജീനിയ ഹെൻഡേഴ്സൺ അല്ലേ? ഈ ക്വസ്റ്റ്യൻ എത്ര പേർക്ക് തെറ്റുണ്ട്? എല്ലാവരും നൈറ്റിംഗേൽ എഴുതും അല്ലേ? നൈറ്റിംഗേൽ നൈറ്റിംഗേൽ എന്ന് എഴുതും. പക്ഷെ ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? വിർജീനിയ ഹെൻഡേഴ്സൺ അല്ലേ? ആർക്ക് ഈ ക്വസ്റ്റ്യൻ തെറ്റിയുണ്ടോ? ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് പറ്റുന്നുണ്ടോ? ഉണ്ട്. പലർക്കും ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. വിർജീനിയ ഹെൻഡേഴ്സൺ ആണ് ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞത്. മറക്കരുത്. പറഞ്ഞ ആളുടെ പേരെന്താ? വിർജീനിയ ഹെൻഡേഴ്സൺ എന്ന് പറയുന്നത് മറക്കരുത്. ഇതാണ് നഴ്സിംഗ് എന്ന് പറഞ്ഞു. നമുക്കിനി അറിയേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ എന്താണ് ഫണ്ടമെന്റൽ നഴ്സിംഗ് പഠിക്കുമ്പോൾ ഫസ്റ്റ് പഠിക്കുന്ന കാര്യം എന്താ? ഇത് നൈറ്റിംഗേലിനെ കുറിച്ചും ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ചല്ലേ? ഫണ്ടമെന്റൽ നഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവരിൽ പഠിക്കാൻ എല്ലാവരും ഇത് പഠിച്ച കാര്യം. പക്ഷെ അങ്ങനെയല്ല. സ്കോപ്പ് ഓഫ് നഴ്സിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എന്താ സ്കോപ്പ് ഓഫ് നഴ്സിംഗ്? നഴ്സിംഗിന്റെ സ്കോപ്പിൽ നിന്ന് ഒരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. സ്കോപ്പ് എന്ന വേർഡിന്റെ മീനിങ് എന്താ? സ്കോപ്പ് എന്ന വേർഡിന്റെ മീനിങ് എന്താ? സാധ്യതയാണോ? നമ്മൾ എന്താ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ടെന്ന് പറയും. സാധ്യതയാണോടെ? സ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയാണോ? ആലോചിക്കുക. സ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയാണോ? പണ്ട് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് നഴ്സിംഗിന് സ്കോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? ഈ ജോലി എനിക്ക് കിട്ടോ? സ്കോപ്പ് ഉണ്ടോ? അവിടെ ഓർമ്മയുണ്ടോ? പണ്ട് പഠിച്ചിറങ്ങിയ അടുത്ത ദിവസം പലയിടത്തും അന്വേഷിക്കും അല്ലേ? പണ്ട് പഠിച്ചിറങ്ങിയ അടുത്ത ദിവസം പല ഹോസ്പിറ്റലും, ഇത് പ്രൈവറ്റ് ആണ്, സർക്കാർ നോക്കത്തില്ല. സർക്കാരിനെ കുറിച്ച് അറിയത്തില്ല അല്ലേ? ഒരു കാര്യം അറിയില്ല. സത്യത്തില്ലേ? ഇത് നാഷണൽ ഹെൽത്ത് മിഷനായാലും ശരി, അർബൻ ഹെൽത്ത് മിഷനായാലും ശരി, NRHM ശരി, അതിനെപ്പോഴും അറിയില്ല. ഫസ്റ്റ് നോക്കുന്നത് ഇത് പ്രൈവറ്റിലോട്ടല്ലേ? ഫസ്റ്റ് ഇത് പ്രൈവറ്റിലോട്ടല്ലേ? സത്യമല്ലേ? സത്യം പറയുന്നത്. പഠിച്ചിറങ്ങിയ ഉടനെ സർക്കാരിനെ ആലോചിക്കില്ല ഒരിക്കലും. 99.99% ആൾക്കാരും ഗവൺമെന്റ് എന്നോ NRHM എന്നോ NUHM എന്നോ DHS എന്നോ DME എന്നോ അറിയാൻ പേരില്ലല്ലോ. പേരറിയാന്നോ? പറഞ്ഞ DME ഉണ്ട്, അത് DHS ഉണ്ട്, അറിയില്ലല്ലേ? ശരി, സത്യല്ലേ? DME എന്നൊരു വാക്കുണ്ട്, DHS ഉണ്ട്, ആ ഒരു പേര് പോലും അറിയില്ല. NRHM പോലും അറിഞ്ഞുകൂടാ, NUHM അറിഞ്ഞുകൂടാ, നാഷണൽ ഹെൽത്ത് മിഷൻ അറിഞ്ഞുകൂടാ. അവരൊറ്റ കാര്യം അറിയാം, അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണം, അത് അബ്രോഡ്, അവിടെ 1 വർഷം എക്സ്പീരിയൻസ് നേടണം, അബ്രോഡ് പോകണം. ശരിയല്ലേ? 1 വർഷം ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിൽക്കണം, എക്സ്പീരിയൻസ് വേണം, നേരെ അബ്രോഡ് പോകണം. പ്രത്യേകിച്ച് ദുബായിൽ പോകണം. ശരിയല്ലേ? സത്യമല്ലേ? സ്കോപ്പ് ഉണ്ടോ? എന്നെ കൊണ്ട് പറ്റും. ഇപ്പൊ അതേ സ്ഥലത്ത് നിന്നും ഗവൺമെന്റിലോട്ട് വരാൻ നോക്കുക അല്ലെ? അതേ സ്ഥലത്ത് നിന്ന് ഗവൺമെന്റിലോട്ട് നോക്കുന്നു. സ്കോപ്പ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇത് ഓപ്പർച്യൂണിറ്റി ആണോ? എന്തിനെങ്കിലും വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി ആണോ? ജോലി കിട്ടാനുള്ള സാധ്യതയാണോ? അല്ലല്ലോ. ആണോ? ഇവിടെ നഴ്സിംഗ്, ഇവിടെ സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യതയാണോ? ഒന്നുകൂടെ ആലോചിച്ച് പറയാണോ? ഇവിടെ ഫണ്ടമെന്റൽ നഴ്സിംഗ്, സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് ജോലി കിട്ടാണോ? അല്ല. പിന്നെന്താ? എന്താ നഴ്സിംഗിന്റെ സ്കോപ്പ് എന്തൊക്കെയാ? എപ്പോഴും സ്കോപ്പ് എന്ന് പറയുമ്പോൾ ജോലി നേടണമുള്ള സാധ്യതയാണെന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. ക്യാമറ ഓഫ് ചെയ്ത് എല്ലാവരും, പലരും ക്യാമറ ഓഫ് ചെയ്തേ. നിങ്ങൾ കാണുന്ന സമയം എക്സാം പാസ്സായിട്ട് കണ്ടാൽ മതി. ഇവിടെ സ്കോപ്പ് എന്തായാലും ജോലി സാധ്യതയാണോ? അല്ല. 4 ഏരിയസിൽ എപ്പോഴും സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എന്ന് ഏതൊക്കെയായിരിക്കും? 4 ഏരിയ. സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 4 ഏരിയ ഏതൊക്കെയായിരിക്കും ഇവിടെ? ഏതൊക്കെയായിരിക്കും ഏരിയാസ്? ഏതൊക്കെ അത് പറയാമോ?
ആർക്ക് പറയാം? ആ റിസർച്ച് ആരോ ശരിയാണ്. വേറെ 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 സ്കോപ്പ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഇസ് ദ പ്രൊമോട്ടിംഗ് ദ ഹെൽത്ത് ആൻഡ് വെൽനെസ്. ഫസ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് എന്താ? ദ പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് വെൽനെസ്. എന്താ സംഭവം? എന്താ നിങ്ങൾ പണ്ട് പഠിച്ച കാര്യമുണ്ട്. ഇത് WHO ഒരു ഹെൽത്തിന്റെ ഇത് ഡെഫിനേഷൻ പറയുന്നത് എന്താ? WHO എപ്പോഴും ഒരു ഹെൽത്തിന്റെ ഇത് ഡെഫിനേഷൻ പറയുന്നത് എന്താ? സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീങ് അല്ലേ? വെൽബീങ് അല്ലേ? ഒരു ഡിസീസിന്റെ ആബ്സെൻസ് ഇല്ലാത്ത അവസ്ഥയല്ലേ? ഒരു ഡിസീസിന്റെ ആബ്സെൻസ് ഇല്ലാത്ത അവസ്ഥയല്ലേ? ശരിയല്ലേ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഒരാൾക്ക് ഒരു അസുഖം ഇല്ലെങ്കിലും അയാളുടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യണോ? ഒരാൾക്ക് ഒരു അസുഖം ഇല്ലെങ്കിലും അയാളുടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യണോ? വേണം, വേണം. ഒരാൾക്ക് ഒരു അസുഖം ഇല്ലെങ്കിൽ അയാളുടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യണം. സോ ദ നഴ്സിംഗിലെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ദ വെൽനെസ് പ്രൊമോട്ട് ചെയ്യണം. മറക്കരുത്. നഴ്സിംഗിന്റെ ഇതൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല, ശരിയല്ലേ? ഇതൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല. ചോദിക്കില്ല എന്ന് കരുതിയാണ് പഠിക്കാത്തത്, ശരിയല്ലേ? ഇതൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല, ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മിസ്സാക്കുന്ന ചാപ്റ്ററാണ് ഇതൊക്കെ. ഫണ്ടമെന്റൽ നഴ്സിംഗിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത് പഠിക്കണം, ഉറപ്പായും പഠിക്കണം, ഉറപ്പായും പഠിക്കണം. നഴ്സിംഗിന്റെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഹെൽത്തിന്റെ വെൽനെസ് പ്രൊമോട്ട് ചെയ്യണം. ആ വെൽനെസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ഈ കഴിഞ്ഞ എക്സാമിന് ചോദ്യമായിരുന്നു ഇത് പ്രിൻസിപ്പിൾസ് കണ്ടിട്ടുണ്ടായിരുന്നു. ദ പ്രിൻസിപ്പിൾസ് ഓഫ് നഴ്സിംഗ്. സ്കോപ്പ് പോലെ തന്നെ ഈ കഴിഞ്ഞ എക്സാമിന് പ്രീവിയസ് എക്സാമിന് ചോദ്യമായിരുന്നു ദ പ്രിൻസിപ്പിൾസ് ഓഫ് നഴ്സിംഗ് ചോദ്യം ഉണ്ടായിരുന്നു. ഇത് കാണാതെ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ അല്ല, ഒരു ചോദ്യം എപ്പോഴും മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എന്താ? ഇത് പ്രൊമോട്ടിംഗ് ഹെൽത്ത് ഉണ്ടോ? ഇത് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വെൽനെസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ ഉണ്ടോടെ? ഉണ്ടോടെ? ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും മേജർ കാര്യം എന്താണ്? നമ്മൾ ചെയ്യുന്ന മേജർ കാര്യം, ഒരാളുടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും ആളുടെ വെൽനെസ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന മേജർ കാര്യം എന്താ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ടോ? ഒരു റിസ്ക് ഫാക്ടറിന്റെ വരും മുമ്പേ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും MLSP ഉണ്ടോ? സ്റ്റാഫ് നഴ്സ് MLSP ആൾക്കാരുണ്ടോ? MLSP ആൾക്കാരുണ്ടോ ഈ കൂട്ടത്തിനകത്ത്? MLSP ഉണ്ടോ? നിങ്ങൾ ചെയ്യാറുണ്ടോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ടോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്ത് ഫോട്ടോ എടുത്തിടാറുണ്ടോ ഗ്രൂപ്പിനകത്തൊക്കെ? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്ത് നാഷണൽ ഹെൽത്ത് മിഷൻ ഗ്രൂപ്പ് ഇടാറുണ്ടോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്ത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഗ്രൂപ്പിനകത്ത് ഇടാറുണ്ടോ? ആഴ്ചയിലേക്ക് ഉണ്ടോടെ? ഉണ്ടോടെ? എന്തിനു വേണ്ടിയാ? ഇതിനു വേണ്ടിയല്ലേ ഇത് ഹെൽത്ത് പ്രൊമോഷൻ ചെയ്തു, അന്ത വെൽനെസ് പ്രൊമോഷൻ ചെയ്തു അറിയിക്കാൻ വേണ്ടി ആ കുറെ ആൾക്കാരെ വെറുതെ എങ്കിലും പിടിച്ചിരുത്തി ഒന്നും പറയാതെ തന്നെ കുറച്ച് കാർഡ് എടുത്ത് വെച്ച് വെറുതെ എങ്കിലും പിടിച്ചിരുത്തി ഫോട്ടോ ഇടുന്ന ആൾക്കാരുണ്ടോ ഇതിനകത്ത്? ഒന്നും പറയാതെ. ചിലപ്പോ പറയും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? സത്യമല്ലേ? സത്യം പറയും. ഉണ്ടോടെ? കുറെ ആൾ കൂടി ഇരിക്കുമ്പോൾ ദൂരെ മാറി ഇന്ന് ഒരു ചാർട്ട് വെച്ചിട്ട് കയ്യിൽ വെച്ച് യൂണിഫോം ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തു എന്ന് പറഞ്ഞ്. സത്യമല്ലേ? ഉണ്ടോ? ഉണ്ടോ? പറയും. ഉണ്ടേ പറയും. ഉണ്ടേ ഒന്ന് ഉണ്ട്, ഉണ്ട്. ഇതിനകത്തുണ്ട്, ഉണ്ട്. അത് റിയലായിട്ട് ഇടുന്ന ആൾക്കാരുണ്ട്, കൊടുക്കാത്ത ആൾക്കാർ എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലരും കാണാറുള്ള ആൾക്കാരാണ്. ഞാൻ പല ആൾക്കാരെയും ഞാൻ കാണുന്ന ആൾക്കാർ എല്ലായിടത്തും കൊടുക്കാറില്ല. അപ്പൊ നമ്മൾ അവിടെ ചെയ്ത ഏറ്റവും മേജർ കാര്യം എന്താ? അവിടെ നമ്മൾ ഒരാളുടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യണം എന്നെങ്കിൽ എന്ത് കൊടുക്കാറുണ്ട്? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ടല്ലേ? ഇത് പ്രൊമോഷൻ ഓഫ് ഹെൽത്തിന് വേണ്ടിയല്ലേ? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ റിസ്ക് ഫാക്ടറിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയല്ലേ? ഇത് പ്രിവെൻഷൻ ഓഫ് ഇൽനെസ് എന്നല്ലേ? അല്ലെ? ഇത് പ്രിവെൻഷൻ ഓഫ് ഇൽനെസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയല്ലേ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? അല്ലേ? ശരിയാണോ? ശരിയാണോ? ഇൽനെസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. അപ്പൊ ആ കാര്യമായി. മൂന്നാമത്തെ കാര്യം റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് കൊടുക്കാറുണ്ട്. റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്. ഈ റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ അവിടെയല്ലേ ഒരു സ്റ്റാഫ് നേഴ്സിന്റെ ദ മേജർ ഫങ്ഷൻ വരുന്നത്? റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്തിലല്ലേ എപ്പോഴും ഒരു സ്റ്റാഫ് നേഴ്സിന്റെ ദ മേജർ ഫങ്ഷൻ
വരുന്നത്. ആണോ? ഫസ്റ്റിന്റെ പ്രൊമോഷനിലും അത് പ്രിവെൻഷനിലും നമ്മൾ ആരെയും കൂടെ സഹായിക്കും, അല്ലെ? അസുഖം വരാൻ സഹായിക്കും. പക്ഷെ മൂന്നാമതായി അസുഖം വന്നു കഴിഞ്ഞ എന്ത് ചെയ്യടെ? ഫസ്റ്റ് രണ്ട് കാര്യമല്ലേ? ഫസ്റ്റ് പ്രൊമോഷണൽ ഹെൽത്ത് ആൻഡ് വെൽനെസ്സും ആൻഡ് പ്രിവെൻഷൻ ഇല്ലാത്തിൽ അസുഖം വരുന്ന മുമ്പ് നമ്മൾ പറഞ്ഞെടുക്കാറുണ്ട്. പക്ഷെ അസുഖം വന്നു കഴിഞ്ഞ് എന്ത് ചെയ്യടെ? മൂന്നാമതായിട്ട് അസുഖം വന്നു കഴിഞ്ഞാൽ അത് റീസ്റ്റോർ ചെയ്യാനും നമ്മൾ ചെയ്യുന്ന ഇത് ഡയറക്റ്റ് കെയർ വരുന്ന എവിടെയില്ലേ? നമ്മൾ സ്റ്റാഫ് നേഴ്സ് ചെയ്യുന്ന ഇത് ഡയറക്റ്റ് കെയർ വരുന്ന എവിടെയാ? മൂന്നാമത്തെ ഫംഗ്ഷൻ അല്ലേ? റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്തിലല്ലേ? ശരിയല്ലേ? ഫസ്റ്റ് എഡ്യൂക്കേഷനും ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഇൽനെസ്സിന് വേണ്ടി ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തു വിടും. മൂന്നാമത് വരുന്ന ഫംഗ്ഷനിൽ നമ്മൾ ജോലി ചെയ്യുന്നത് ഇത് ഡയറക്റ്റ് കെയർ വരുന്ന റീസ്റ്റോറേഷൻ ഹെൽത്തിലല്ലേ? ഡയറക്റ്റ് കെയർ കൊടുക്കുന്നത് റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് അല്ലേ? ഡയറക്റ്റ് കെയർ കൊടുക്കുന്ന റീസ്റ്റോറേഷൻ ഹെൽത്തിൽ ആണ്. ഫോർ എക്സാമ്പിൾ എന്തായിരിക്കും? മെഡിക്കേഷൻ കൊടുക്കുക, ഫോർ ദ പ്രൊസീജിയേഴ്സ് ചെയ്യുക, അസുഖത്തിന് ഡയഗ്നോസ് ചെയ്യുന്നതും എന്തിന്റെ ഭാഗമാ? ഡയറക്റ്റ് കെയർ കൊടുക്കുന്നതും പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതും ഡയഗ്നോസ് ചെയ്യുന്നതും റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്തിന്റെ ഭാഗമല്ലേ? റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്തിന്റെ ഭാഗമല്ലേ? ഒരു പ്രൊസീജിയർ ചെയ്യുന്നതും ഡയറക്റ്റ് കെയർ കൊടുക്കുന്നതും മെഡിക്കേഷൻ കൊടുക്കുന്നതും എല്ലാം റീസ്റ്റോറേഷന്റെ ഭാഗമാണ്. കാര്യം മറക്കോ? ഇന്ന് ഡോക്ടർ പറയും നമ്മൾ മെഡിസിൻ കൊടുക്കും, അത് ഭാഗമല്ലേ? അല്ലേ? ആ, ഇനി വേറെ ഫംഗ്ഷൻ ഉണ്ട് ആസ് എ നേഴ്സ്. ഇനി അതിന്റെ ഫോർത്ത് എന്താ? നാലാമത് എന്താ? ഇത് കെയർ ഓഫ് ദി ഡൈയിങ് ഉണ്ടോ? കെയർ ഓഫ് ദി ഡൈയിങ് ഉണ്ടോ? നഴ്സിംഗിന്റെ ഒരു ഭാഗം തന്നെയല്ലേ അത്, അല്ലേ? അപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ 4 തരംതിരിക്കാം. നഴ്സിംഗിന്റെ ഇത് ഡെഫിനേഷൻ 4 തരംതിരിക്കാം. ഫസ്റ്റ് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് വെൽനെസ് ഉണ്ട്. ഒരു സിക്കായ ഒരാളെ ഇതിന്റെ വെൽനെസ്സിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുക, ആവശ്യമുള്ള കെയർ കൊടുക്കുക. രണ്ടാമത്തേതാ? പ്രിവെൻഷൻ ഓഫ് ഇൽനെസ്, അസുഖം വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുക. മൂന്നാമത് എന്താ? റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്തിൽ സഹായിക്കുക. നാലാമത് എന്തായിരിക്കും? ഇൻ ദ കെയർ ഫോർ ദ ഡൈയിങ് അല്ലേ? ഇതല്ലേ ഇൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഹെൽത്തിൽ വരുന്നത്? ശരിയല്ലേ? സോ എല്ലാവർക്കും ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് ക്ലിയർ ആയോ? നഴ്സിംഗ് ഫൗണ്ടേഷൻ ഫസ്റ്റ് ഇയർ കോളേജിൽ പഠിക്കുന്ന കാര്യം പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് കിട്ടിയോ? എല്ലാരും പറഞ്ഞു പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് കിട്ടിയോ? മലയാളം ഞാൻ പറയുന്നത്, ഇംഗ്ലീഷ് ഒന്നും പറയുന്നില്ല. യെസ് ഓർ കിട്ടിയല്ലോ? യെസ്. അടുത്ത ഒരു നഴ്സിന്റെ റോൾസ് ആൻഡ് ഫംഗ്ഷൻ നോക്കാമോ? നെക്സ്റ്റ് കാര്യം, ഒരു നഴ്സിന്റെ റോൾസ് ആൻഡ് ഫംഗ്ഷൻ നോക്കി. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും 6 മാസം ഞാനാ പഠിപ്പിക്കുന്നത്. അതൊക്കെ പഠിക്കുമല്ലോ എല്ലാവരും. എവിടെ പഠിക്കും. സ്കോപ്പിലൂടെ 4 കാര്യം കിട്ടിയല്ലോ. 4 കാര്യം കിട്ടി. ഇനി വേറെ ഒന്നുണ്ട്, അത് റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് നഴ്സിംഗ്. എന്താ ഒരു നഴ്സിന്റെ റോളും ഫങ്ഷനും? ഒരു നഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? എപ്പോഴും നിങ്ങളുടെ വിചാരം സ്കോപ്പ് എന്ന് ഇത്രയും വർഷത്തെ വിചാരം ഒരു ജോലി കിട്ടി സാധ്യല്ലേ? ശരിയല്ലേ? എപ്പോഴും ഞാൻ പഠിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എന്ന് കേട്ടാൽ ജോലി കിട്ടാനുള്ള സാധ്യത എന്നാണ് കരുതി. പക്ഷെ ദ റിയൽ സ്കോപ്പ് ഓഫ് നഴ്സിംഗ് 4 ഏതാ പേര് പറഞ്ഞേ? റിയൽ സ്കോപ്പ് ഓഫ് നഴ്സിംഗ് ഇതൊക്കെ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് വെൽനെസ് ആൻഡ് ദ പ്രിവെൻഷൻ ഓഫ് ഇൽനെസ്, റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്. നാലാമെന്താ? ദ കെയർ ഫോർ ദ ഡൈ. 4 പ്രധാനപ്പെട്ട സ്കോപ്പ് ഓഫ് നഴ്സിംഗ്. കിട്ടിയല്ലോ? 4 പ്രധാനപ്പെട്ട സ്കോപ്പ് ഓഫ് നഴ്സിംഗ് കിട്ടിയല്ലോ. ഏതൊക്കെയാണ്? ഹെൽത്ത് പ്രൊമോഷൻ ചെയ്യണം, ഇൽനെസ്സിനെ പ്രിവെന്റ് ചെയ്യണം, റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്തിന് സഹായിക്കണം, ആൻഡ് ദ പീസ്ഫുൾ ആൻഡ് ദ ഡെത്തിന് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? 4 സ്കോപ്പ് ഓഫ് നഴ്സിംഗ് കിട്ടിയല്ലോ. 4 സ്കോപ്പ് ഓഫ് നഴ്സിംഗ് കിട്ടിയോ? പേര് പറഞ്ഞേ. ഹെൽത്തിനെ പ്രൊമോഷൻ ചെയ്യണം, ഇൽനെസ്സിനെ പ്രിവെന്റ് ചെയ്യണം, റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ഉണ്ട്, ആൻഡ് ദ പീസ്ഫുൾ ഡെത്തിന് സഹായിക്കണം. പാലിയേറ്റീവ് മറക്കരുത്. അടുത്ത് നോക്കാം. ദ ഫങ്ഷൻ ആൻഡ് ദ റോൾ ഓഫ് നഴ്സിംഗ്. റോളും ഫങ്ഷനും നഴ്സോ
എന്തൊക്കെയാ റോളുണ്ട്, എന്തൊക്കെ ഫങ്ഷൻ ഉണ്ട്? ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ആരാ? ഒരു സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുന്നത് അത് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ആരാ? ഒരു കെയർ ഗിവർ ആണോ? ഒരു കെയർ ഗിവർ ആണോ? 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 നോക്കുന്ന ആൾക്കാർ മിക്കവാറും കെയർ ഗിവർ എന്ന വേക്കൻസി ഉണ്ടോ? അബ്രോഡ് ജോലി നോക്കുന്ന ആൾക്കാർ കെയർ ഗിവർ എന്ന വേക്കൻസി ഉണ്ടോ? അബ്രോഡ് ജോലി നോക്കിയപ്പോൾ എപ്പോഴെങ്കിലും കെയർ ഗിവർ എന്ന വാക്കുണ്ടോ? ഉണ്ടോടെ? ഉണ്ടോടെ? കാരണം ഉണ്ടല്ലോ. സ്റ്റാഫ് നേഴ്സിന്റെ ജോലിയല്ലേ അത്, അല്ലേ? പക്ഷെ നമ്മുടെ കേരളത്തിൽ ആ വാക്കിൽ തന്നെ ഉള്ളൂ. കേരളത്തിൽ ആ ഒരു വാക്കില്ലെങ്കിൽ അബ്രോഡ് ഉണ്ടല്ലേ കെയർ ഗിവർ. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ആരാ അപ്പോ? കെയർ ഗിവർ ആണല്ലേ? അല്ലേ? ശരിയല്ലേ? ഒരു സിക്കായ ഒരാൾക്ക് ഏറ്റവും സ്റ്റാർട്ടിങ് തൊട്ട് കെയർ കൊടുക്കുന്ന, സിക്കായ ഒരാൾക്ക് സ്റ്റാർട്ടിങ് പോലെ കെയർ കൊടുക്കുന്ന സ്റ്റാഫ് നേഴ്സ് അല്ലേ? അപ്പൊ അത് കെയർ ഗിവർ അല്ലേ? കെയർ ഗിവർ അല്ലേ? അവിടെ നമ്മുടെ മുമ്പിലെ നമ്മുടെ മുന്നിൽ ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് ഒരു ടോട്ടൽ എത്ര ടൈപ്സ് ഓഫ് ദ ക്ലയന്റ് ഉണ്ട്? എത്ര ടൈപ്പ് പേഷ്യൻ്റ് ഉണ്ട് നമ്മുടെ മുന്നിൽ? ആ സ്റ്റാഫ് നേഴ്സ് നിങ്ങളുടെ മുന്നിൽ ടോട്ടൽ എത്ര ടൈപ്സ് ഓഫ് ദ പേഷ്യൻസ് വരും? ഒന്ന് ഇൻഡിവിജ്വൽ വരാറുണ്ടോ? സിംഗിൾ ആയിട്ട് വരാറുണ്ടല്ലോ. സിംഗിൾ ആയിട്ട് വരാറുണ്ടോ? അസുഖമാണെന്ന് വരാറുണ്ടോ? ഉണ്ട്. ആ ഫാമിലീസ് ആയിട്ട് വരാറുണ്ടോ? ഫാമിലീസ് ഒരുമിച്ച് വരാറുണ്ടോ? അതിന്റെ കമ്മ്യൂണിറ്റി ഉണ്ടോ? ഒരു ഇൻഡിവിജ്വൽ ആരോഗ്യം തിരിച്ചു കൊടുക്കാനോ സംരക്ഷിക്കാനോ സഹായിക്കാറുണ്ട്, അല്ലെ? ഒരു ഇൻഡിവിജ്വലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനോ ആരോഗ്യം തിരിച്ചു കൊടുക്കാൻ സഹായിക്കാറുണ്ട്. അതുപോലെ ഒരു കെയർ ഗീവർ എന്ന് പറയുമ്പോൾ ഫാമിലി ബേസിൽ വർക്ക് ചെയ്യാറുണ്ടോ? ഒരു കെയർ ഗീവർ എന്ന് പറയുമ്പോൾ ഫാമിലി ബേസിൽ വർക്ക് ചെയ്യാറുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടോടെ? ഒരു കെയർ ഗീവർ ഫാമിലി വർക്ക് ചെയ്യാറുണ്ട്. ഫാമിലി ബേസ് ഉണ്ട്. ഉണ്ട്. എക്സാം പറഞ്ഞാൽ പറയാം, നിങ്ങളുടെ മുന്നിലോട്ടൊരു പ്രഗ്നന്റ് വുമൺ വന്നു കഴിഞ്ഞാൽ ഫാമിലിയോട് എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇന്ന ചെയ്യണം, ഇന്ന ചെയ്യാൻ പാടില്ല, അത് ചെയ്തേ പറ്റുള്ളൂ. ഫാമിലിയോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഒരു പ്രഗ്നന്റ് വുമൺ വന്നു കഴിഞ്ഞാൽ ഫാമിലിയോട് എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഫാമിലിയോട് ഉണ്ടോടെ? എന്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്? ഉണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ഫാമിലിയോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഉണ്ട്. ആൻഡ് കോവിഡ് സമയത്ത് കമ്മ്യൂണിറ്റിയോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ആൻഡ് കോവിഡ് സമയത്ത് കമ്മ്യൂണിറ്റി ലെവലിലും കെയർ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അപ്പൊ നഴ്സിങ്ങിനെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലുള്ള ക്ലയൻസ് ഉണ്ടല്ലേ? നഴ്സിങ്ങിനെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലുള്ള ക്ലയൻസ് ഉണ്ട്. ഏതൊക്കെയാ? ഇൻഡിവിജ്വൽ ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലി ഉണ്ട്. മൊത്തത്തിൽ ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലി അടങ്ങുന്ന കമ്മ്യൂണിറ്റിയും ഉണ്ടല്ലേ? 3 തരത്തിലുള്ള ക്ലയൻസ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ? ഇൻഡിവിജ്വൽ, ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി, അല്ലേ? 3 തരത്തിൽ നമ്മൾ എപ്പോഴും കെയർ കൊടുക്കുന്നത്. ആസ് എ കെയർ ഗിവർ ഫസ്റ്റ് ഫംഗ്ഷൻ കിട്ടിയോ? ആസ് എ കെയർ ഗിവർ ഫസ്റ്റ് കിട്ടിയോടെ? ആ, ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റൽ എടുക്കുമ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ കെയർ ഗിവർ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റലിലെ കെയർ ഗിവർ ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കാറുണ്ടോ? ഫിസിക്കൽ ഹോസ്പിറ്റൽ ഉണ്ടോടെ? ആസ് എ കെയർ ഗിവർ, ആസ് എ നേഴ്സ് ഹോസ്പിറ്റൽ ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കാറുണ്ടോ? ഉണ്ട്. സൈക്കോളജി കൊടുക്കാറുണ്ട്. സൈക്കോളജി കൊടുക്കാറുണ്ടല്ലോ. ആൻഡ് കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ നോക്കാറുണ്ടോ? അതെ, മിക്കവാറും ഹോസ്പിറ്റലിലാർക്കും പ്രയർ ഹാൾ സെപ്പറേറ്റ് ഉണ്ടോ? മിക്കവാറും ഹോസ്പിറ്റലെല്ലാം പ്രയർ ഹാൾ സെപ്പറേറ്റ് ഉണ്ടോ? സർക്കാരിലല്ല, പ്രൈവറ്റിലുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഏരിയസ് എപ്പോഴും നേഴ്സ് ഫോക്കസ് ചെയ്യണം. സോ ദ ഫസ്റ്റ് റോൾ എന്താ? ഒരു നേഴ്സിന്റെ ഫസ്റ്റ് റോൾ എന്താ? കെയർ ഗിവർ. മറക്കോ? ഒരു നേഴ്സിന്റെ ഫസ്റ്റ് റോൾ എന്താ? ആസ് എ കെയർ ഗിവർ, അല്ലേ? നേഴ്സിന്റെ ഫസ്റ്റ് റോൾ എന്താ? ഒരു കെയർ ഗിവർ ആയിരിക്കണം. ഇസ് എ ക്ലിയർ? കിട്ടിയല്ലോ. സെക്കൻഡ് റോൾ എന്തായിരിക്കും? നേഴ്സിന്റെ സെക്കൻഡ് റോൾ എന്തായിരിക്കും? കമ്മ്യൂണിക്കേറ്റർ. എന്താണ് കമ്മ്യൂണിക്കേറ്റർ എന്ന് വാക്കെടുത്ത? നേഴ്സിന്റെ സെക്കൻഡ് റോൾ വരുന്ന കാര്യമാണ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയാൻ. എന്തായിരിക്കും കമ്മ്യൂണിക്കേറ്റർ എന്തായിരിക്കും? അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, പേഷ്യന്റ് കൂടെ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന ആരാ?
ഇത് ഡോക്ടറാണോ, ഇത് ലാബ് ടെക്നീഷ്യൻ ആണോ, ഓർ അത് നേഴ്സ് ആണോ, ഓർ അത് എക്സ്റേ ആണോ, ഓർ അതാരാടെ? നേഴ്സ് അല്ലേടെ? നേഴ്സ് അല്ലേടെ? ഒരു പേഷ്യന്റ് കൂടെ എല്ലാവരും പറഞ്ഞേടെ, ഒരു നേഴ്സിന്റെ കൂടെ ഏറ്റവും അധികം ടൈം സ്പെൻഡ് ചെയ്യുന്ന ആരാണ്? നേഴ്സ് അല്ലേടെ? നേഴ്സ് അല്ലേടെ? ഇത് ഡോക്ടറിനെക്കാട്ടിലും ലാബ് ടെക്നീഷ്യനെക്കാട്ടിലും ആരെക്കാട്ടിലും എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്ന നേഴ്സാണ്. പേഷ്യന്റ് കൂടെ ആയാലും പേഷ്യന്റെ ഫാമിലിയോട് എപ്പോഴും ആരായിരിക്കും? നേഴ്സാണ്. സോ ദ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലേ? അല്ലെ? ഫാമിലി മെമ്പേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള ഹെൽത്ത് പ്രൊഫഷണലുമായിട്ട്. പേഷ്യന്റ് നമ്മുടെ അടുത്ത് പറയുന്ന കാര്യം ഡോക്ടറിനോട് ആര് പറയും? നമ്മളല്ലേ. പേഷ്യന്റ് നമ്മുടെ അടുത്ത് പറയുന്ന കാര്യം ഡോക്ടറോട് പറയുന്നത് നമ്മളല്ലേ? അല്ലേ? സപ്പോർട്ടിങ് സ്റ്റാഫിനോട് പോലും അല്ല അല്ലേ? കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇമ്പോർട്ടൻ്റ് അല്ലേ കമ്മ്യൂണിക്കേഷൻ? അല്ലേ? ഒരു ക്ലയന്റിന്റെ ബൈസ്റ്റാൻഡർ ആയാലും റിലേറ്റീവ് ആയാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എപ്പോഴും ആ റോൾ ആരുടെ? നേഴ്സിന്റെ അല്ലേ? നേഴ്സിന്റെ അല്ലേ? സോ എക്സാമ്പിൾ ക്ലിയർ ആയല്ലോ. ഇതെല്ലാം ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യമില്ലേ? ഇതെല്ലാം இந்த നേഴ്സിന്റെ റോൾ പ്രൈമറി ആയിട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് പഠിച്ചു. ഇനി അതിന്റെ തേർഡ് ഏതാ? ടീച്ചർ. മൂന്നാമത്തെ റോളാണ് ടീച്ചർ. ഫസ്റ്റ് റോൾ പഠിച്ചത് കെയർ ഗിവർ പഠിച്ചു, സെക്കൻഡ് കമ്മ്യൂണിക്കേറ്റർ പഠിച്ചു, മൂന്നാമത് വരുന്ന റോളാണ് ദ ടീച്ചർ എന്ന് പറയുന്നത്. ആരാ ടീച്ചർ? എഡ്യൂക്കേറ്റർ ആണോ ടീച്ചർ? ടീച്ചർ എഡ്യൂക്കേഷൻ ആണോ? ടീച്ചറും എഡ്യൂക്കേഷൻ ഒന്നാണോ? ഫസ്റ്റ് ചോദ്യം ഏതാണ്? ഒരു ടീച്ചറും ഒരു എഡ്യൂക്കേറ്ററും ഒന്നാണോ? എന്റെ ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഒരു ടീച്ചറും ആൻഡ് എഡ്യൂക്കേറ്ററും ഒന്നാണോ? രണ്ടാണോ ഒന്നാണോ? രണ്ടാണ്. ഒരു ടീച്ചർ എന്ന് പറയുമ്പോഴും എഡ്യൂക്കേറ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും രണ്ട് കാര്യമാണ്. സംതിങ് ദ പ്രൊഫഷണൽ ആയതാണ്. ഇവിടെ ഇത് പ്രൊഫഷണൽ ആയെന്ന് ആരാ? എഡ്യൂക്കേറ്റർ അല്ലേ? ഒരാൾ ഇത് പ്രൊഫഷണൽ ആണെങ്കിൽ എഡ്യൂക്കേറ്റർ ആണോ? ആണോ? എഡ്യൂക്കേറ്റർ അല്ലേ? ഇത് പ്രൊഫഷണൽ ആയിട്ട് കാര്യം പറഞ്ഞു കൊടുത്ത എഡ്യൂക്കേറ്റർ ആണോ ടീച്ചറാണോ? എഡ്യൂക്കേറ്റർ അല്ലെ? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പേഷ്യന്റ് കഴിക്കുന്ന മെഡിസിനെ കുറിച്ച് പേഷ്യന്റ് സംശയം ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റാഫ് നേഴ്സ് എന്താ? ടീച്ചറാവോ? ആയില്ലേ? 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 ഒരു പേഷ്യന്റ് കഴിക്കുന്ന മെഡിസിനെ കുറിച്ച് ആ പേഷ്യന്റ് സംശയം ചോദിച്ച ടീച്ചറായില്ലേ? ഈ അനുഭവം എപ്പോഴും ഉണ്ടോ? അനുഭവം ഉണ്ടോ ആർക്കെങ്കിലും? ജോലി ചെയ്യുന്ന സമയത്ത് സിസ്റ്റർ എന്തിനുള്ള മരുന്നാണ്? സിസ്റ്റർ ഇത് എന്തിനുള്ള മരുന്നാണ്? ഈ പറഞ്ഞ പച്ച ഗുളിയായാലും ഈ പറഞ്ഞ മഞ്ഞ ഗുളിയായാലും വെള്ള ഗുളിയായാലും എന്തിനാ സിസ്റ്റർ? അല്ലേ? കൊണ്ടോടെ സിസ്റ്റർ, ഈ ഒരു പച്ച ഗുളി എന്തിനു വേണ്ടിയാ? പറഞ്ഞ മഞ്ഞ ഗുളി എന്തിനു വേണ്ടിയാ? ആർക്കെങ്കിലും പച്ച മഞ്ഞ ചുവപ്പ് എന്തിനു വേണ്ടിയാ എന്ന് ഏതെങ്കിലും പേഷ്യന്റ് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഉണ്ട്. കഴിക്കുന്ന മെഡിസിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ സ്റ്റാഫ് നേഴ്സ് ടീച്ചർ തന്നെയാണ്. അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നതും ഒരു സ്റ്റാഫ് നേഴ്സിന്റെ റോള് തന്നെയാണ്. സോ ദ കെയർ ഗീവറായി ആൻഡ് ദ കമ്മ്യൂണിക്കേറ്ററായി ആൻഡ് ദ ടീച്ചറായി അല്ലേ? സോ ദ ക്ലയന്റ് എല്ലാം ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളും നേഴ്സ് തന്നെ ആണ്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി വേറെ ഫംഗ്ഷൻ ഉണ്ടോ? നാലാമായിട്ട് വേറെ ഫംഗ്ഷൻ ഉണ്ടോ? എനിവൺ വേറെ ഫംഗ്ഷൻ ഉണ്ടോ? വേറെ ഫംഗ്ഷൻ ഉണ്ടോ? ആൻഡ് ക്ലയന്റ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നാലാമത്തെ കാര്യമുണ്ട്. ക്ലയന്റ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് ആ സാധനം അതെന്താ? അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ക്ലയന്റ് അഡ്വക്കേറ്റ് എന്താ? ഇതിൽ ഏറ്റവും പുതിയ ആൾക്കാർക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണല്ലേ? ഈ പറഞ്ഞ ലാംഗ്വേജ് മനസ്സിലായി. ഇവിടെ ഏറ്റവും പുതിയ ആൾക്കാർക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ ലാംഗ്വേജ് മനസ്സിലായോ? മലയാളം അല്ലേ? ഇതുണ്ടോ? നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ വരുന്നില്ല. കാര്യം മനസ്സിലാക്കി പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ? കാര്യം എന്തും മനസ്സിലാക്കി പഠിക്കാന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്താ 1, 2, 3, 4 കൊടുത്തിരിക്കും. പക്ഷെ പഠിക്കാൻ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഭാഗങ്ങളാണ്. ശരിയല്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാര്യം മനസ്സിലാക്കി പഠിക്കാൻ ഇത്ര വർഷമായിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ട് ഇതെല്ലാം വായിച്ചു നോക്കാറുണ്ടോ? സ്കിപ്പ് ചെയ്ത് പോയ കാര്യമല്ലേ? സ്കോപ്പ് ഓഫ് നഴ്സിംഗും ആൻഡ് റോൾ ഓഫ് നഴ്സിംഗ് എല്ലാം സ്കിപ്പ് ചെയ്യുന്ന കാര്യമല്ലേ? ആണ്. ആൻഡ് ക്ലയന്റ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് എന്താ? നേഴ്സുമായി ബന്ധപ്പെടുന്ന ഒരു ക്ലയന്റിനെ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണോ? ഒരു ക്ലയന്റിന്റെ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണോ?
ചില സർക്കാർ ആശുപത്രികളിൽ പേഷ്യന്റ് സ്റ്റാഫ് നേഴ്സ് കെട്ടിയിടുന്നുണ്ടോ? ആ കൈകൾ കെട്ടിയിടുന്നുണ്ടോ? ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ നല്ല മദ്യപിച്ച് വരുന്ന പേഷ്യൻസിനെ ആ കൈയും കാലും കെട്ടിയിടുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? 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 പറയട്ടെ. സർക്കാർ ആശുപത്രി നല്ല മദ്യപിച്ച് രാത്രി സമയത്ത് എന്ത് കാഷ്വാലിറ്റി വരുമ്പോൾ പിടിച്ച് കെട്ടിയിടാറുണ്ടോ? ഉണ്ട്, ഉണ്ട്. അത് പേഷ്യന്റിന്റെ കൺസേൺ ചോദിച്ചാണ് ചെയ്യുന്നത്. അത് പേഷ്യന്റ് കൺസെന്റ് ചോദിച്ചാണ്. ഇല്ലല്ലോ, അല്ലല്ലോ. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇന്ന് നഴ്സിന്റെ ഫംഗ്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ക്ലയന്റിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയും അവന്റെ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും കേട്ടോ. ഇവിടെ നഴ്സ് എന്ന് പറയുമ്പോൾ അവന്റെ അവകാശങ്ങൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയും വേണം. റെസ്ട്രെയിൻ ചെയ്തത് കൺസെന്റോട് മാത്രമേ ചെയ്യാവൂ. ചെയ്യാറില്ലല്ലോ, ചെയ്യാറില്ലല്ലോ. പക്ഷെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? പഠിക്കുമ്പോൾ കൺസെന്റോട് വാങ്ങിച്ച് ചെയ്യാവൂ കേട്ടോ. അതെവിടെയല്ലേ? എവിടെയല്ലേ? ഞാൻ നിന്നെ കെട്ടിയിടാൻ പോകുന്നുണ്ട്, ഞാൻ നിന്നെ കെട്ടിയിടാൻ പോകുന്നു, എനിക്ക് നീ ഒപ്പിട്ട് തരുമോ? നീ എനിക്ക് എഴുതി ഒപ്പിട്ട് തരുമോ? അല്ലെ ചോദിക്കൂല അങ്ങനെ. ഞാൻ നിന്നെ കെട്ടിയിടാൻ പോവുകയാണ്, നീ എനിക്ക് എഴുതി, ഞാൻ കെട്ടിയിടാൻ പോകുന്നു എന്ന് എഴുതി കൊടുക്കുമ്പോ ആ ഒപ്പിട്ട് തരുമോ? ഒപ്പിട്ട് തരുമോ? ഒപ്പിട്ട് തരുമോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അതും ഫംഗ്ഷനാണ്. സോ അത് കിട്ടിയല്ലേ. ഇവിടെ ഉദ്ദേശിച്ച കാര്യം എന്താ? ക്ലയന്റ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പേഷ്യന്റിന്റെ റൈറ്റ്സ് എപ്പോഴും സംരക്ഷിക്കുക എന്ന് പറയുന്നത് സ്റ്റാഫ് നേഴ്സിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. ആൻഡ് ക്ലയന്റ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് ക്ലയന്റ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏജന്റ്, ഏജന്റ്. ആറാമത്തെ കാര്യമാണ് ക്ലയന്റ് ഏജന്റ് എന്ന് പറഞ്ഞത്. ഏജന്റ്, ഏജന്റ് എന്ന് പറഞ്ഞ എന്താ? അറിയില്ല, സത്യമില്ല, അറിയില്ലല്ലോ. സ്റ്റാഫ് നേഴ്സ് എപ്പോഴും ഒരു ക്ലയന്റ് ഏജന്റ് എന്ന് പറയുമ്പോൾ അറിയാം എന്താണെന്ന്. ആലോചിക്കും. ചേഞ്ച് എന്തായിരിക്കും ഇവിടെ? ഏജന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴെങ്കിലും ഒരു പേഷ്യന്റിന്റെ ബിഹേവിയർ മോഡിഫൈ ശ്രമിച്ചിട്ടുണ്ടോ? പേഷ്യന്റ് ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരിക്കും. സ്മോക്കിംഗ് ആണ്, എപ്പോഴും സ്മോക്ക് ചെയ്യുന്ന ആളാണ്. ആട് പറഞ്ഞിട്ടുണ്ടോ സ്മോക്ക് ചെയ്യാൻ പാടില്ല? ആ പറഞ്ഞ ബിഹേവിയർ ചേഞ്ച് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ അവിടെ? അപ്പൊ ഈ പറഞ്ഞ ബിഹേവിയർ മോഡിഫൈ ചെയ്യാനും സ്റ്റാഫ് നേഴ്സ് സഹായിക്കണം. അതും ഒരു ഫംഗ്ഷൻ ആണ്. ബിഹേവിയർ, പേഷ്യന്റിന്റെ ഈ പറഞ്ഞ ബിഹേവിയർ മോഡിഫൈ ചെയ്യാനും സ്റ്റാഫ് നേഴ്സ് സഹായിക്കണം. ഓക്കെ. ഏഴാമത്തെ ഫംഗ്ഷൻ ആണ് ഒരു ലീഡറായിട്ട് ഫംഗ്ഷൻ ചെയ്യണം. എന്താണ് ദ ലീഡർ? ഏഴാമത്തെ ഫംഗ്ഷൻ ആണ് ഒരു ലീഡറായിട്ട് ഫംഗ്ഷൻ. എന്താ ലീഡർ എന്ന് പറയാൻ? എന്താ ലീഡർ? ഒരു ലീഡർ എന്ന് പറയാൻ എന്തായിരിക്കും? ഒരു സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇവർ ബാക്കിയുള്ളവരെ കൂടി കോട്ട് ചെയ്യുന്ന എന്നാണോ? ആണോ? ഒരു സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളവരെല്ലാം വിളിച്ച് ആ ജോലി ഉൾപ്പെടുത്തുന്നതാണോ? അവർ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യുന്ന ആളോ ലീഡർ? ആണോ അവിടെ? എപ്പോഴെങ്കിലും ഈ പറഞ്ഞ ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ ഫിസിയോതെറാപ്പിക്കാരെയും ഇപ്പൊ ബാക്കി ആരെയും വിളിച്ചിട്ടുണ്ടാരെങ്കിലും, ഏതെങ്കിലും സ്റ്റഡി കൂടുതലുള്ള ആരെങ്കിലും ഒരു ജോലി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഫിസിയോതെറാപ്പി ആൻഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് ബാക്കിയുള്ള എല്ലാവരെയും വിളിച്ച് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അത് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഫിസിയോതെറാപ്പി, ബാക്കിയുള്ള ലാബ് ടെക്നീഷ്യൻ എല്ലാവരെയും വിളിച്ച് ഒരു ജോലി എപ്പോഴെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ആ കംപ്ലീറ്റ് സമയത്ത് നിങ്ങൾ ആരായിരുന്നു? അത് വിളിച്ചപ്പോൾ നിങ്ങൾ ഒരു ടൈപ്പ് ഓഫ് ലീഡർ ആയില്ലേ? വിളിച്ചപ്പോൾ ഒരു സ്പെസിഫിക് ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അവിടെ ഒരു ലീഡർ ആയില്ലേ? ലീഡർ ആയില്ലേ? എന്റെ എക്സാമ്പിൾ ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഒരു സ്പെസിഫിക് ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ, ആ പേഷ്യന്റ് കെയർ കൊടുക്കാൻ വേണ്ടി പല ആൾക്കാരെയും ഒരുമിച്ച് വിളിച്ച് ഒറ്റ സമയം ജോലി ചെയ്തിട്ടുണ്ടോ? ഒരൊറ്റ സമയം പല ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരെ വിളിച്ച് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? അവർ ഇൻഫ്ലുവൻസ് വിളിച്ചു വരുത്തി ചെയ്തിട്ടുണ്ടോ? എങ്കിൽ ആസ് ലീഡർ ഫംഗ്ഷനും ഉണ്ടല്ലേ? അല്ലേ? അല്ലേ? എക്സാം പറയുകയാണെങ്കിൽ, വീണ്ടും പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സ്കാൻ എടുക്കാൻ പറ്റും. സ്കാനിങ് ഇത് USD അപ്ഡൗൺ എടുക്കാൻ പറ്റും. പേഷ്യന്റിന് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇത് ബെഡോട് കൂടി പോയിട്ടുണ്ടാരെങ്കിലും, ഇത് ബെഡോട് കൂടി കൊണ്ടുപോയിട്ടുണ്ടോ? ഉണ്ടോടെ? ഉണ്ടോട്ടുണ്ട്. ഇന്ന് USD അപ്ഡൗൺ എടുക്കാൻ വേണ്ടി പേഷ്യന്റിനെ ഇന്ന് ബെഡോട് കൂടി ഇന്ന് ലിഫ്റ്റിൽ കയറ്റി താഴെയോ മുകളിലോ എവിടെയെങ്കിലും കൊണ്ടുണ്ടോ? അവിടെ അറ്റൻഡർ വന്നു, വേറെ പല ആൾക്കാരും വന്നു,
തള്ളിക്കൊണ്ടും ആൾക്കാർ വന്നു. ആസ് എ ലീഡർ ഇത് ഫയലിംഗ് കൊണ്ട് നിങ്ങളല്ലേ പോയത്. ആസ് എ ലീഡർ ദ ഫയലിംഗ് കൊണ്ട് പേഷ്യന്റ് നിങ്ങളല്ലേ കൊണ്ടുപോയത്. എക്സാമ്പിൾ അല്ലേ അത്, മറക്കരുത്. ശേഷം 8ാമത്തെ ഫംഗ്ഷൻ എന്താ? ആസ് എ മാനേജർ. മാനേജർ എന്താ? മാനേജർ എന്തായിരിക്കും? എന്താ മാനേജർ? എന്താ മാനേജർ? വേറെ പല മാനേജർ ഉണ്ട്. ഇതിന്റെ മാനേജർ എന്താ? ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ പേഷ്യന്റിന് മാത്രം കെയർ കൊടുക്കുന്നതാണോ? ഫാമിലി മെമ്പേഴ്സിനെയും ആൻഡ് കമ്മ്യൂണിറ്റിയും കെയർ കൊടുക്കാറുണ്ടോ? ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് മാത്രമല്ല, ആർക്കറിയും ഫാമിലിയെയും കമ്മ്യൂണിറ്റി കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യണ്ടേ, അവരെ കൂടെ മാനേജ് ചെയ്യണ്ടേ. ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇൻഡിവിജ്വലിനെ മാത്രമല്ല, ഒരിക്കലും അല്ല, ഫാമിലീസിനെ മാനേജ് ചെയ്യണം, കമ്മ്യൂണിറ്റി മാനേജ് ചെയ്യാറുണ്ട്. അറിയാം ആർക്കെങ്കിലും இந்த PHSC വർക്ക് ചെയ്യുന്നുണ്ടോ? PHSC ഉണ്ടോടെ? ഉണ്ടോ? അറിയാലോ അവർക്ക് ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ആരെങ്കിലും இந்த PHSC വർക്ക് ചെയ്യുന്നുണ്ടോ? இந்த PHSC വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ടോടെ? ഉണ്ടായിരിക്കും. ഉണ്ടോടെ? இந்த PHSC ഉണ്ട്, വളരെ ഉണ്ട്. അതറിയാലോ. இந்த PHS നോക്കി കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണിറ്റി ഏരിയ അല്ലേ. PHS നോക്കിയ ഒരു കമ്മ്യൂണിറ്റി ഏരിയ ഉള്ളത്. അവിടെ നമ്മളെപ്പോഴും സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു മാനേജറെ വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ NCD പേഷ്യന്റ് ഒക്കെ വരും. ഉണ്ടല്ലോ. എന്താ കേസ് എന്താ കേസ് മാനേജ്മെന്റ് എന്താ കേസ് മാനേജ്മെന്റ് എന്തായിരിക്കും? എന്താ കേസ് മാനേജർ എന്ന് പറയുന്നത്? എന്താ? എവിടെയെങ്കിലും കേസ് മാനേജർ ഉണ്ട്? കേസ് മാനേജർ ആർക്ക് പറയാം? എവിടെയെങ്കിലും കേസ് മാനേജർ ഉണ്ട്? കേസ് മാനേജ്മെന്റ് ഇവിടെ കേട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇത് പാലിയേറ്റീവ് ഇറക്കിയുണ്ടോ? പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്തിറങ്ങിയുണ്ടോ? ആരെങ്കിലും പാലിയേറ്റീവ് കെയർ വർക്ക് ചെയ്തിറങ്ങിയുണ്ടോ? പാലിയേറ്റീവ് ഇത് കേസ് മാനേജ്മെന്റ് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ചോദിക്കുന്നത്, ആരെങ്കിലും ഇത് പാലിയേറ്റീവ് കെയർ വർക്ക് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും? എനിയോ അവിടെ സ്റ്റാഫ് നേഴ്സ് മാത്രമാണോ വർക്ക് ചെയ്യുന്നത്? ഇത് പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഇൻഡിവിജ്വലിന് വേണ്ടി അവിടുത്തെ സ്റ്റാഫ് നേഴ്സ് മാത്രമാണോ? അല്ലല്ലോ. ഈ ബാക്കി എല്ലാവരുടെ ഒരു ഇത് വേണ്ടേ? ഒരു കോർഡിനേഷൻ വേണ്ടേ? ബാക്കി ഇത് ഡോക്ടറായാലും ശരി, കൂടെ വരുന്നതാണെങ്കിലും ശരി, എല്ലാ കോർഡിനേഷനും വേണ്ടേ? അപ്പൊ അതെല്ലാം എഫക്റ്റീവായിട്ട് നമ്മൾ എന്താണ്, ഒരു നേഴ്സാണ് എല്ലാം മാനേജ് ചെയ്യുക. ശരിയല്ലേ? ഒരു കേസ് മാനേജർ നേഴ്സാണ് അതെല്ലാം ചെയ്ത് തീർക്കുന്നത്. അവസാനത്തെ ഫംഗ്ഷൻ ആണ്, 10ാമത്തെ ഫംഗ്ഷൻ ആണ് ദ റിസർച്ചർ. എന്താ ഇത് റിസർച്ച് എന്ന് പറയുന്നത്? എന്താ? ഒരു നേഴ്സ് ഒരു റിസർച്ചറാണോ? ഒരു നേഴ്സ് ഒരു റിസർച്ചറാണോ? ആണോ? ഇമ്പോർട്ടന്റ് ആണോ? അവിടെ പേഷ്യന്റ് കൊടുക്കുന്നത് കെയർ നമ്മൾ റിസർച്ച് ചെയ്യാറുണ്ടോ? ഉണ്ട്. സോ ഫസ്റ്റ് 10 റോൾ ക്ലിയർ ആയ ഒരു നേഴ്സിന്റെ 10 റോൾ ക്ലിയർ ആയ 10 കാര്യം ക്ലിയർ ആയ 10 കാര്യം ഏതൊക്കെയാ? പേര് പറഞ്ഞു. ഫസ്റ്റ് ഏത് പറഞ്ഞു? ഫസ്റ്റ് പറഞ്ഞ കാര്യം ഏതാ? ക്ലിയർ ആണ്. ഫസ്റ്റ് പറഞ്ഞ കാര്യം ഏതാ? ഇത് പ്രൊമോഷൻ ഓഫ് ആണോ? കെയർ ഗിവർ. അടുത്തേതാ? രണ്ടാമത്തേതാ? ആർക്ക് പറയാം? രണ്ടാമത് ദ കമ്മ്യൂണിക്കേറ്റർ. മൂന്നാമത് ദ ടീച്ചർ. നാലാമത് ദ ക്ലയന്റ് അഡ്വക്കേറ്റർ. അഞ്ചാമത് ലീഡർ. ആറാമത് എല്ലാം പറഞ്ഞു. അഡ്വക്കേറ്ററായി, ലീഡറായി, ഏതൊക്കെ ഉണ്ട്? കേസ് മാനേജർ, റിസർച്ച്. ഇത്ര ക്ലിയർ ആയോ? ഇത്രയുമാണ് ദ റോൾ ഓഫ് നേഴ്സ് എന്ന് പറയുന്നത്. ദ റോൾ ഓഫ് നേഴ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൃത്യം എഴുതുമല്ലോ. റോൾ ഓഫ് നേഴ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതുക കൃത്യമായിട്ട്. ഫസ്റ്റ് ദിവസമാണ് വലുതായിട്ട് കുറച്ച് ഇത് പഠിക്കേണ്ട കാര്യം. ക്ലിയർ ആയോ? യെസ്.
ഈ ചോദ്യമുണ്ടേ, ഇത് എക്സ്പാൻഡ് റോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചോദ്യമുണ്ട്, ഇത് എക്സ്പാൻഡ് റോൾ എന്ന് പറഞ്ഞാൽ എന്താ? സാധാ റോള് പഠിച്ചു, അടുത്ത് വരുന്ന കാര്യമാണ് ഇത് എക്സ്പാൻഡ് റോൾ എന്ന് പറഞ്ഞാൽ. എക്സ്പാൻഡ് റോൾ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പാൻഡ് റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഡ് റോൾ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പാൻഡ് റോൾസ് എന്തൊക്കെയാ? ഒരു നേഴ്സ് ഇപ്പോൾ ഉള്ളതിനേക്കാളിലും അത് കുറച്ചുകൂടി ജോലി ചെയ്യുന്നത് എവിടെ വെച്ചാടേ? എവിടെ വെച്ചാടേ? പറഞ്ഞേ എവിടെയെങ്കിലും ഇത് നേഴ്സ് ദ പ്രാക്ടീഷണർ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇത് നേഴ്സ് പ്രാക്ടീഷണർ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ദ നേഴ്സ് പ്രാക്ടീഷണർ കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടിട്ടുണ്ടോ? ആർക്കും പറയാം എവിടെ കേട്ടിട്ടുണ്ട്? നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടോ? ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രം ആരെങ്കിലും ഫോക്കസ് ഇറക്കിയിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രം എപ്പോഴെങ്കിലും ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടോ? ആരുണ്ട്? പേര് പറഞ്ഞേ, ആരെങ്കിലും? ആരുണ്ട്? ICU, കാഷ്വാലിറ്റി, ന്യൂറോ, OBG, ഉണ്ട് അവിടെ. ഒരു സേർട്ടൻ സ്പെഷ്യലൈസ് മാത്രം, അത് മാത്രമാണോ നിങ്ങൾ പറഞ്ഞത്? മാത്രമാണോ അത്? ഒരു നേഴ്സ് പഠിച്ചിറങ്ങിയിട്ട് അഡീഷണൽ കോഴ്സ് കൂടെ പഠിച്ചത് വിളിക്കാം. ഒരു നേഴ്സ് പഠിച്ചിറങ്ങിയിട്ട് സേർട്ടൻ സ്പെഷ്യലൈസ്ഡ് അഡീഷണൽ കോഴ്സ് കൂടി പഠിക്കുന്നതല്ലേ എക്സ്പാൻഡ് റോളിൽ വരുന്ന ഫസ്റ്റ് കാര്യം? ദ നേഴ്സ് പ്രാക്ടീഷണർ, ശരിയല്ലേ? നഴ്സിംഗ് കഴിഞ്ഞു പഠിച്ചിറങ്ങി ശേഷം അഡീഷണൽ ആയിട്ട് ഒരു കോഴ്സ് കൂടെ പഠിക്കുന്നത് വിളിക്കാം നേഴ്സ് പ്രാക്ടീഷണർ വിളിക്കാം. അപ്പൊ അതൊരു എക്സ്പാൻഡ് റോൾ ആണ്. സെക്കൻഡ് റോൾ എന്താ? നേഴ്സ് എഡ്യൂക്കേറ്റർ എന്ന് വിളിക്കാം. സെക്കൻഡ് റോൾ എന്താ? നേഴ്സ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് എന്താ? നേഴ്സ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് എന്താ? മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും ഇതുണ്ടായിരിക്കൂടെ? ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ടോ? മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫംഗ്ഷൻ ഉണ്ടോ? മിക്കവാറും നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും അവിടെ പഠിപ്പിക്കാൻ വേണ്ടി ഇത് ഉണ്ടോ? ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ടോ അവിടെ? മിക്കവാറും ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അത് അഡീഷണൽ കോഴ്സ് അല്ലേ? ഉണ്ട്. ആൻഡ് ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് ഉണ്ടോ? ആൻഡ് ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആരൊക്കെ അത് വർക്ക് ചെയ്യുന്നുണ്ട്? നിങ്ങൾ ആരൊക്കെ ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്? ചില നഴ്സുമാർ എപ്പോഴും இந்த കാർഡിയോ തൊറാക്സിൽ മാത്രം വർക്ക് ചെയ്യും. ചില നഴ്സുമാർ എപ്പോഴും ഇത് അനസ്തീഷ്യയിൽ മാത്രം വർക്ക് ചെയ്യും. ചില ആൾക്കാർ എപ്പോഴും ഒരു സ്പെസിഫിക് ഇത് OB-യിൽ മാത്രം വർക്ക് ചെയ്യും. അതുകൊണ്ട് അതിനകത്ത് ഒരു സ്പെസിഫിക് ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ അവരെ വിളിക്കുന്ന പേരെന്താ? இந்த ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് അല്ലേ? ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് അല്ലേ? ശരിയല്ലേ? OB ആയാലും അനസ്തീഷ്യ ആയാലും ഇത് കാർഡിയോ തൊറാസിക് ആയാലും അവിടെ മാത്രം വർക്ക് ചെയ്ത് ഇറങ്ങിക്കൊണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഇതിനകത്ത് സ്പെഷ്യൽ മാത്രം വർക്ക് ഇറങ്ങിക്കൊണ്ടോ? ICU OT ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളാരാ? ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് അല്ലേ? നിങ്ങളാരാ? ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് അല്ലേ? മറക്കാൻ അറിയാവുന്ന കാര്യം. ആൻഡ് നേഴ്സ് ആൻഡ് അനസ്തീഷ്യ ഉണ്ടോ? അനസ്തീഷ്യ സൗണ്ട് ഉണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇത് പ്രൈമറി ഫംഗ്ഷൻ ആണോ? ഇത് എഡ്യൂക്കേഷൻ ആയാലും ആൻഡ് സ്പെഷ്യലിസ്റ്റ് ആയാലും എല്ലാം പ്രൈമറി ഫംഗ്ഷൻ ആണോ? ആണോ? സെക്കൻഡറി ആണോ? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? ആർക്കും പറയാം? എക്സ്പാൻഡ് അല്ലേ? ആണോ?
ഫോർ എക്സാമ്പിൾ, ഞാൻ ഇത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് ബിസിനസ് ചെയ്യണം. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എന്താണ് പഠിപ്പിക്കുകയാണ്. ഇത് ഹെൽത്ത് റിലേറ്റഡ് ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഞാൻ ആരായിരിക്കും? ഇനിയോ ഞാൻ ആരാടെ ആർക്ക് പറയാം? ആരായിരിക്കും? ഞാനൊരു പറഞ്ഞ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആരായിരിക്കും? ഈ പറഞ്ഞവരായിരിക്കും? ആലോചിച്ച് പറയില്ലായിരുന്നു. ഞാൻ ഹെൽത്ത് റിലേറ്റഡ് ബിസിനസ് ചെയ്യണമെങ്കിൽ ഇതിനകത്തായിരിക്കും? ഇത് എക്സ്പാൻഡ് ആണോ? എക്സ്പാൻഡ് വരുന്നതാണോ? ഓർ പ്രൈമറി ഫംഗ്ഷൻ വരുന്നതാണോ? ഒരു നേഴ്സിന്റെ പ്രൈമറിയിൽ വരുന്നതാണോ? ഓർ എക്സ്പാൻഡ് വരുന്നതാണോ? നേഴ്സിന്റെ എക്സ്പാൻഡ് ഫംഗ്ഷനിൽ വരുന്നതാണോ? എക്സ്പാൻഡ് അല്ലേ? ഇനി എക്സ്പാൻഡ് ഫംഗ്ഷൻ അത് വേറെ നീ ഉണ്ടോ? എക്സ്പാൻഡ് ഫംഗ്ഷൻ അത് എപ്പോഴെങ്കിലും നിങ്ങൾ ഇന്ന് ഫോറൻസിക് നേഴ്സ് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഫോറൻസിക് നേഴ്സ് കേട്ടിട്ടുണ്ടോ? ഫോറൻസിക് നേഴ്സ് കേട്ടിട്ടുണ്ടോ? ഒരു എക്സാം പറയുകയാണെങ്കിൽ ഉണ്ടോടെ? ഉണ്ട്. അതും ഒരു റോളല്ലേ? അഡീഷണൽ റോൾ എന്നല്ലേ? അഡീഷണൽ എക്സ്പാൻഡ് റോൾ വരുന്ന കാര്യമാണ്. ഇനി വേറെ നീ ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. സോ ഇത്രയുമാണ് ഇത് റോൾ ഓഫ് നഴ്സിംഗിൽ നമ്മൾ പഠിക്കുന്നത്. സോ സ്കോപ്പ് ഓഫ് നഴ്സിംഗും ആൻഡ് റോൾ ഓഫ് നഴ്സിംഗ് ക്ലിയർ ആയോ? ഫസ്റ്റ് ഫണ്ടമെന്റൽ നഴ്സിംഗിനകത്ത് റോൾ ഓഫ് നഴ്സും സ്കോപ്പ് ഓഫ് നഴ്സിംഗും ക്ലിയർ ആയോ? എല്ലാരും പറഞ്ഞു. ആൻസർ കിട്ടണം. ചെറ പറഞ്ഞു. എല്ലാരും പറഞ്ഞു. കിട്ടിയോ? ഫസ്റ്റ് ചാപ്റ്റർ ക്ലിയർ ആയി. ഫസ്റ്റ് ചാപ്റ്റർ കിട്ടിയോ? ഇനി എന്താ പഠിക്കേണ്ടത്? ഫസ്റ്റ് ചാപ്റ്റർ കിട്ടിയെങ്കിൽ സെക്കൻഡ് എന്താ പഠിക്കേണ്ടത്? ഫസ്റ്റ് ചാപ്റ്റർ ക്ലിയർ ആയെങ്കിൽ സെക്കൻഡ് എന്ത് പഠിക്കണം? ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് അല്ലേ? ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് അല്ലേ? അറിയാമെങ്കിൽ ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് എന്താണ്? എനിവൺ ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് അറിയാമോ? എന്താ പഠിക്കേണ്ടത്? എനിവൺ ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് എന്താ പഠിക്കേണ്ടത്? ആർക്ക് പറയാം? ഹിസ്റ്ററി ഓഫ് നഴ്സിംഗിൽ നമ്മൾ എന്താ തുടങ്ങണം? ആദ്യം തന്നെ ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് പറയുമ്പോൾ ആദ്യം പറയേണ്ട പേരെന്താ? ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് പറയുമ്പോൾ ആദ്യം പറഞ്ഞ ആരാടെ? ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഫസ്റ്റ് ചാപ്റ്റർ ക്ലിയർ ആയി. ഫസ്റ്റ് സ്കോപ്പും ഫംഗ്ഷൻ ക്ലിയർ ആയല്ലോ. ആദ്യം തന്നെ നഴ്സിംഗിന്റെ ഫണ്ടമെന്റൽ നഴ്സിംഗിൽ ആർക്കും സ്കോപ്പും റോളും കിട്ടിയല്ലോ. റോളും കിട്ടി, സ്കോപ്പും കിട്ടി. ഇനി ഫസ്റ്റ് ഇയർ പണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ അടുത്ത് പഠിക്കാൻ പോകുന്ന കാര്യം ഇതല്ലേ? ശരിയല്ലേടെ? പണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ ആദ്യം ഫസ്റ്റ് ഡെഫിനിഷൻ, സ്കോപ്പ്, ബാക്കി കാര്യമെല്ലാം പഠിച്ചു. ഇനി പറയേണ്ട പേരെന്താ? ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ട പേരെന്താ? ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ കുറിച്ചാണ് പറയേണ്ടത്. സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യല്ലോ. ഒരു ദിവസം 2 ചാപ്റ്റർ പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യല്ലോ. യെസ്. ഇല്ലല്ലേ? സ്റ്റാർട്ട് ചെയ്യാമോ? ആരാ ഫ്ലോറൻസ് നൈറ്റിംഗേൽ? ഫ്ലോറൻസ് നൈറ്റിംഗേൽ എപ്പോ ജനിച്ചു? ഇവ മരിച്ചു? ചോദ്യം വരും. പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ചോദ്യം വരും. എപ്പോ ജനിച്ചു? നൈറ്റിംഗേൽ ആരാ? ഫൗണ്ടറൊക്കെ പറഞ്ഞു തരാം. എപ്പോ ജനിച്ചു? നൈറ്റിംഗേൽ എപ്പോ ജനിച്ചു? വർഷം 1820. ജനിച്ച വർഷം 1820. അന്ന് മരിച്ച വർഷം ഏതാ? ജനിച്ച വർഷം 1820. അന്ന് മരിച്ച വർഷം ഏതാ? 1910 അല്ലേ? ജനിച്ച സ്ഥലം ഏതാ? ഫ്ലോറൻസ് സ്ഥലമാണോ? ജനിച്ച സ്ഥലം നൈറ്റിംഗേൽ ജനിച്ച സ്ഥലം ഏതാ? ഫ്ലോറൻസ് അല്ലേ? ഫ്ലോറൻസ് എവിടെ? ഇറ്റലിയിലാണോ? ഇറ്റലിയിലെ ഫ്ലോറൻസ് അല്ലേ? ഇറ്റലിയിലെ ഫ്ലോറൻസ് എന്ന സ്ഥലത്താണ് നമ്മൾ പറയുന്ന നഴ്സിംഗിൽ ആരാ? ദ ഫൗണ്ടർ ഓഫ് മോഡേൺ നഴ്സിംഗ് ആരാ? ചോദ്യം വരും. പ്രീവിയസ് ചോദ്യം. ദ ഫൗണ്ടർ ഓഫ് മോഡേൺ നഴ്സിംഗിന്റെ ഫൗണ്ടർ എന്ന് പറയുന്ന ആരാ? മോഡേൺ നഴ്സിംഗിന്റെ ഫൗണ്ടർ എന്ന് പറയുന്ന ആരാ? അറിയപ്പെടുന്ന ആരാ?
ആരാ? ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ദ മോഡേൺ നഴ്സിംഗിന്റെ പ്രീവിയസ് ചോദ്യം. ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ആരാ? ആരാ ആരാ ഈ ചോദ്യം? ആരാ? നൈറ്റിംഗേൽ. നൈറ്റിംഗേൽ ആൾസോ നോൺ as ദ ലേഡി വിത്ത് എന്താണ്? ദ ലാംസ് ഓൺ. ആൾസോ നോൺ as ലേഡി വിത്ത് ദ ലാംസ് ഓൺ. കാരണം ദ നൈറ്റിംഗേലിനെ കുറിച്ച് നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ടിൽ പറഞ്ഞില്ലേ? നൈറ്റിംഗേലിനെ കുറിച്ച് നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം പറഞ്ഞല്ലേ? ഓർമ്മയുണ്ട്? ഇത് നഴ്സിംഗിന്റെ ഇത് ഡെഫിനിഷൻ പറഞ്ഞപ്പോ, ഇത് നഴ്സിംഗിന്റെ ഇതിന്റെ ഫസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞപ്പോ ഓർമ്മയൊന്നും ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഉണ്ട്. അപ്പൊ ഇത് മോഡേൺ നഴ്സിംഗിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ആരാ? നൈറ്റിംഗേൽ ആണ്. വേറെ ഒരു പേര് പറയാറുണ്ട്. ദ മോഡേൺ നഴ്സിംഗിന്റെ ഫൗണ്ടർ എന്ന് പറയുമ്പോൾ, ദ മോഡേൺ നഴ്സിംഗിന്റെ ഫൗണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്താ? ആൾസോ നോൺ as ദ ലേഡി വിത്ത് ലാമ്പ് അല്ലേ? ലേഡി വിത്ത് ലാമ്പ് അല്ലേ? കാരണം എന്താണ്? ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഇത് വാറ് പറഞ്ഞ ഓർമ്മയുണ്ടോ? വാർ 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 ഏത് പറ? ഏത് പറ? ക്രിമിനൽ വാറാണോ? ഇത് ക്രിമിനൽ വാറാണോ? ആ സമയത്തല്ലേ വർക്ക് ചെയ്തത്? അല്ലേ? അല്ലേ? ഏത് വർഷം? ഏതാ ഇതിപ്പോ ജനിച്ച എപ്പോഴാ? ചോദിക്കും ഇവിടെ. ഈ ഒരു വർഷം ഡേറ്റ് ചോദിക്കും. വർഷം, ഡേറ്റ്, മാസം. വർഷം മാത്രം പഠിച്ചുകൊണ്ട് പോകരുത്. കാരണം ഓപ്ഷനകത്ത് ഡേറ്റും മാസവും ഉണ്ടായിരിക്കും. 1820 ഒരു മെയ് മാസം 12-ാം തീയതി. 12ആണോ? 12. 12ആണോ? 13ആണോ? 12 അല്ലേ? 12. അതേ മെയ് മാസം 12-ാം തീയതി നമ്മൾ എന്തോന്നോ ആയിട്ട് ആഘോഷിക്കാറുണ്ട്. എന്താണ് അത്? മെയ് മാസം 12-ാം തീയതി. മെയ് മാസം 12-ാം തീയതി നേഴ്സസ് ഡേ ആണ്. ഇന്റർനാഷണൽ നേഴ്സസ് ഡേ എന്ന, ഇന്റർനാഷണൽ നേഴ്സസ് ഡേ എന്ന ഒരു മെയ് മാസം 12-ാം തീയതി ആണോ? ആലോചിച്ച് നോക്കിയേ. നേഴ്സസ് ഡേ 12-ാം തീയതി ആണല്ലോ. ചോദിക്കട്ടെ, ഈ എന്താ ഈ പറഞ്ഞ നൈറ്റിംഗേൽ പ്രത്യേകത എന്താ? നൈറ്റിംഗേൽ പ്രത്യേകത എന്തൊക്കെയാ? ഫസ്റ്റ് പറഞ്ഞു, ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് ജനിച്ചത്. ഫൗണ്ടർ ഓഫ് മോഡേൺ നഴ്സിംഗ് എന്ന് പറഞ്ഞു. അത് ലേഡി വിത്ത് ദ ലാമ്പ് എന്ന് പറഞ്ഞു. വർഷം 1820 എന്ന് പറഞ്ഞു. മെയ് മാസം 12 എന്നും പറഞ്ഞു. എന്താ പ്രത്യേകത? ആരാ? എന്ത് പ്രത്യേകത? ആർക്ക് പറയാം? എന്തോ പ്രത്യേകതയുണ്ട്. എനിവൺ? ആർക്ക് പറയാം? ആർക്ക് പറയാം? എന്തോ പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് ആയിട്ടുള്ള ഒരു നേഴ്സിംഗ് തിയറിസ്റ്റ് ആരാ? ആദ്യത്തെ ഫസ്റ്റ് ദ നേഴ്സിംഗ് ദ തിയറിസ്റ്റ് ആരാ? നൈറ്റിംഗേൽ അല്ലേ? ഫസ്റ്റ് ദ നേഴ്സിംഗ് തിയറിസ്റ്റ് ആരാ? നൈറ്റിംഗേലാണ്. ആദ്യമായിട്ടൊരു ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. അറിയാം? പേരറിയാമോ? എവിടെയെങ്കിലും നൈറ്റിംഗേൽ ഒരു പബ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്? ആർക്കറിയാം? ഇത് നോട്ട്സ് ഓഫ് നേഴ്സിംഗ് കണ്ടുണ്ടോ? ഇത് നോട്ട്സ് ഓഫ് നേഴ്സിംഗ് എന്ന പബ്ലിക്കേഷൻ കേട്ടുണ്ടോ? ദ നോട്ട്സ് ഓഫ് നേഴ്സിംഗ് എന്ന പബ്ലിക്കേഷന്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിലും, ദ നോട്ട്സ് ഓഫ് നേഴ്സിംഗ് എന്നാണ് നൈറ്റിംഗേലിന്റെ പബ്ലിക്കേഷന്റെ പേര്. ചോദിക്കും, ദ നൈറ്റിംഗേലിന്റെ ഫസ്റ്റ് പബ്ലിക്കേഷന്റെ പേരെന്താ? ചോദ്യം വരും. ദ നൈറ്റിംഗേലിന്റെ ഫസ്റ്റ് പബ്ലിക്കേഷന്റെ പേരെന്താ? ദ നോട്ട്സ് ഓഫ് നേഴ്സിംഗ്. നേഴ്സിംഗ് അല്ലേ? നേഴ്സിംഗ് അല്ലേ? അതെപ്പോഴാണ് അത് പബ്ലിക്കേഷൻ ചെയ്തത്? 1860 അല്ലേ? 1860 പബ്ലിക്കേഷൻ ചെയ്തത്. മറക്കരുത്. അതിന് പേരെന്തറിയാമോ? പേരറിയാമോ? വാട്ട് ഈസ് ഇറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട് എന്നല്ലേ? ആ നോട്ടിന്റെ പേരെന്താ? ഫസ്റ്റ് പബ്ലിക്കേഷൻ ചെയ്ത ആ ഒരു നോട്ടിന്റെ പേരെന്താ? വാട്ട് ഈസ് ഇറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട്. 1860 കേട്ടോ. 60-ലാണ്, മറക്കരുത്. 60-ലാണ്. ഇനി ഫസ്റ്റ് പബ്ലിക്കേഷൻ പഠിച്ചു. ഇനി വേറെ തിയറി എന്തെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ആയിട്ട് പബ്ലിക്കേഷന്റെ പേര് പറഞ്ഞു. അതേ നൈറ്റിംഗേൽ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് ആ തിയറിയുടെ പേര് പറഞ്ഞില്ല അവര്. നൈറ്റിംഗേലിന്റെ തിയറി പേരെന്താ? നിങ്ങൾ ഫണ്ടമെന്റൽ നഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുന്നല്ലേ? ആർക്കെങ്കിലും തോന്നിയോ? നിങ്ങൾ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഇവിടെ? ആർക്ക് തോന്നിയാണെങ്കിലും? ആർക്ക് എപ്പോഴും ഒന്ന് ജസ്റ്റ് ഫീൽ ചെയ്തോ? പണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ ഇതല്ലേ ഫസ്റ്റ് പഠിച്ച കാര്യങ്ങൾ? പണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ ഫസ്റ്റ് എന്താണ്? ഇത് നഴ്സിംഗ് പഠിച്ചു, ശേഷം നൈറ്റിംഗേൽ പഠിച്ചു. 4 മാസം കൊണ്ട് ഫുള്ള് പഠിക്കും. 2 മാസം റിവിഷൻ ചെയ്യും.
4 മാസം കൊണ്ട് ഫുള്ള് പഠിക്കും, 2 മാസം കൊണ്ട് റിവിഷൻ ചെയ്യും, അടുത്ത ദിവസം എക്സാം എഴുതും. അതിന് 4 മാസം എത്ര ദിവസമുണ്ട്? 4 മാസം എത്ര ദിവസമുണ്ട്? 4 5 മാസം ദിവസമുണ്ട്. 5 മാസമാണെങ്കിൽ 5 മാസം ഇത് 30 ദിവസം എത്ര ദിവസമുണ്ട്? 5 മാസം 30 ദിവസം വെച്ച് എത്ര ദിവസമുണ്ട്? 150. 150 ഉണ്ടോ? 150ആയി. അതിന്റെ കൂടെ ഒരു 30 ദിവസം കൂടി എത്രയുണ്ട്? കൂടെ ഒരു 30 ദിവസം എക്സാംസ് തയ്യാറാക്കാൻ വേണ്ടി കലണ്ടറിൽ കുറിച്ചിട്ടോ 180 ദിവസം എക്സാം ഉണ്ട്. ഞാനൊന്നും വെറുതെ പറയില്ല, 180 ദിവസം എക്സാം ഉണ്ട്. അബ്രോഡുള്ള ആൾക്കാർ ലീവിന് ഇപ്പോഴേ അപേക്ഷിക്കുന്നുണ്ടോ? അബ്രോഡുള്ള ആൾക്കാർ ലീവിന് ഇപ്പോഴേ അപേക്ഷിക്കുക. 180 ദിവസം എക്സാം ഉണ്ട്. 1860 പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്താണ് അപ്പുറം 6 മാറ്റിയിട്ട് 180 പറയാനുള്ള ഓർമ്മ വന്നത്. എക്സാം 180 ദിവസം ഉണ്ട് കേട്ടോ. 180 ദിവസം കൃത്യമുണ്ട്. 180 ദിവസം കൃത്യമുണ്ട്. അത് 150 ദിവസത്തെ തിയറിയും 30 ദിവസം റിവിഷൻ ചെയ്യാനുള്ള സമയമുണ്ട്. പഠിക്കുമല്ലോ, അവര് പഠിക്കും. 180 ദിവസം കംപ്ലീറ്റ് പഠിച്ച് 30 ദിവസം വായിക്കാം, വായനാശീലം കൂട്ടാം. സോ ദ ഫസ്റ്റ് പബ്ലിക്കേഷൻ പേരെന്താ? ഫസ്റ്റ് പേരെന്താ? ദ നോട്ട്സ് ഓഫ് നഴ്സിംഗിലെ ദ നോട്ട്സ് ഓഫ് നഴ്സിംഗ്. ഫസ്റ്റ് ദ തിയറി പേരെന്താ? എൻവയോൺമെന്റ് തിയറി അല്ലേ? ഫസ്റ്റ് തിയറി ഏതാ? നൈറ്റിംഗലിന്റെ ഫസ്റ്റ് തിയറി ഏതാ? ആദ്യത്തെ തിയറി ഏതാ? തിയറി പേര് എൻവയോൺമെന്റ് തിയറി അല്ലേ? എൻവയോൺമെന്റ് തിയറി ചോദ്യം വരും, എൻവയോൺമെന്റ് തിയറിയാണ്, മറക്കരുത്. ഇനി ആദ്യത്തെ സ്കൂൾ ഓഫ് നേഴ്സ് തുടങ്ങുന്ന ആരാടെ? ചോദിക്കട്ടെ, ആദ്യത്തെ സ്കൂൾ ഓഫ് നേഴ്സ് തുടങ്ങുന്ന ആരാ? നൈറ്റിംഗേൽ ആണോ? ആദ്യത്തെ സ്കൂൾ ഓഫ് നേഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത്? ആക്ച്വലി നേഴ്സിംഗിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നൈറ്റിംഗേൽ ഫസ്റ്റ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. അത് എത്ര മാസം കോഴ്സാ? ഫസ്റ്റ് 3 മാസം കോഴ്സാ കേട്ടോ. ഫസ്റ്റ് 3 മാസം കോഴ്സ് ആയിരുന്നു. സ്ഥലം എവിടെയാ? ഇത് പാരീസ്. ഇത് പാരീസ് ആണോ? പാരീസ്. ഈ ചോദ്യം കണ്ടിട്ടില്ല ആരെങ്കിലും? ഈ ചോദ്യം പാരീസ് സ്ഥലം ചോദിച്ച ചോദ്യമാണ്. പാരീസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പാരീസിലാണ് ആദ്യത്തെ ഫസ്റ്റ് 3 മാസ കോഴ്സ് നൈറ്റിംഗേൽ സ്റ്റാർട്ട് ചെയ്തത്. ആരാ റൺ ചെയ്തത്? സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സംഘടനയല്ലേ? ദ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി. വർഷം 1850 മുതൽ ദ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന സംഘടന നടത്തുന്നതായിരുന്നു 3 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് 1850 മുതൽ ഫസ്റ്റ് നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ശേഷമാണ് എന്താണ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വരുന്നത്. എവിടെയാണ് ഫസ്റ്റ് വന്നത് സ്കൂൾ ഓഫ് നഴ്സിംഗ്? ഈ സിസ്റ്റേഴ്സ് ഓഫ് നഴ്സിംഗ് 1850 മുതൽ 3 മാസത്തെ കോഴ്സ് ചെയ്ത ശേഷം ഫസ്റ്റ് എവിടെ വരുന്നത്? സ്ഥലം എവിടെയാ? ഇനിയോ സ്ഥലം എവിടെ? ആദ്യമായിട്ട് ഫസ്റ്റ് എപ്പോ സ്റ്റാർട്ട് ചെയ്ത് സ്കൂൾ ഓഫ് നഴ്സിംഗ്? ഫസ്റ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വന്ന സ്ഥലം എവിടെയാ? പാരീസിൽ 3 മാസം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് എവിടെ വന്നത്? വർഷം ചോദിക്കും, സ്ഥലം ചോദിക്കും. ഇംഗ്ലണ്ടിലല്ലേ ഫസ്റ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വന്നത്? ഇംഗ്ലണ്ടിലാണ്. വർഷം 860. 860 2 കാര്യം ഇമ്പോർട്ടന്റ്. ഏതൊക്കെയാ? ഫസ്റ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത വർഷം 860. നൈറ്റിംഗേലിന്റെ ഫസ്റ്റ് പബ്ലിക്കേഷൻ വന്നപ്പോഴാ? നൈറ്റിംഗേലിന്റെ ഫസ്റ്റ് പബ്ലിക്കേഷൻ വന്നപ്പോഴാ? അതും 860 അല്ലേ? 60 ചോദിക്കും. നൈറ്റിംഗേൽ എപ്പോഴാണ് ഫസ്റ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത വർഷം ചോദിക്കുക? 860. ഫസ്റ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഇംഗ്ലണ്ടിൽ 860 സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയുമാണ് നമ്മൾ എപ്പോഴും ഫ്ലോറൻസ് നൈറ്റിംഗിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പറഞ്ഞേ, ഇത് ജനിച്ചത് എവിടെയാ? ഫ്ലോറൻസ്, ഇറ്റലിയിലെ ഫ്ലോറൻസ് അല്ലേ? ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ജനിച്ചു. ഇനി എന്താ പ്രത്യേകം? എന്താ? ദ ഫൗണ്ടർ ഓഫ് ദ മോഡേൺ നഴ്സിംഗ് എന്ന് അറിയപ്പെടുന്നു. ഫൗണ്ടർ ഓഫ് മോഡേൺ നഴ്സിംഗ് അറിയുന്നുണ്ട്. ആൻഡ് ലേഡി വിത്ത് ലാബ് എന്നറിയുന്നില്ലേ? ലാം ഉണ്ടല്ലേ? ആൻഡ് മാത്രമല്ല ഫസ്റ്റ് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആരാ? അവരല്ലേ? നൈറ്റിംഗേലല്ലേ? ഫസ്റ്റ് നഴ്സിംഗ് തിയറിസ്റ്റ് ആരാ? നൈറ്റിംഗേലല്ലേ? എങ്കിൽ ഫസ്റ്റ് നഴ്സിംഗിന്റെ തിയറി പേരെന്താ?
ഫസ്റ്റ് നേഴ്സിംഗ് തിയറിയുടെ പേരെന്താ? എൻവിയോമെന്റ് തിയറി അല്ലേ? എൻവിയോമെന്റൽ തിയറി. ശേഷം 1853 ദ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി 3 മാസത്തെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് ഫസ്റ്റ് നഴ്സിംഗ് സ്കൂൾ 1860 നൈറ്റിംഗേൽ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവർക്കും ഫ്ലോറൻസ് നൈറ്റിംഗേൽ ക്ലിയർ ആയത്? നൈറ്റിംഗേൽ ക്ലിയർ ആയത്? ഞാൻ ഒരു കാര്യം പല തവണ മലയാളത്തിൽ മാത്രം പറഞ്ഞ് ക്ലിയർ ആയുള്ളത്. 60 പേർ ക്ലിയർ ആയത്. 60 പേരും പറയണം. ഫസ്റ്റ് പഠിച്ചു എന്താ പഠിച്ചത്? ഫസ്റ്റ് എന്താ പഠിച്ചു? നഴ്സിംഗിന്റെ റെവല്യൂഷൻ പഠിച്ചു, സ്കോപ്പ് പഠിച്ചു, ആൻഡ് റോള് പഠിച്ചു, ആൻഡ് നഴ്സിംഗിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആദ്യം പഠിച്ചു. ആരാ അടുത്ത് പഠിക്കണം? അടുത്ത ആരാ പഠിക്കണം? നൈറ്റിംഗേലിൽ ക്വസ്റ്റ്യൻ എല്ലാം വന്നു. ആരാ പഠിക്കൂല അടുത്ത്? നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ആരായിരിക്കും? ആരാണ്? കുറെ പേര് പറയും. സ്ക്രീനിൽ ആരെ കാണുന്നു? ആരെ കാണുന്നു? ലിൻഡ വേണ്ട, ലിൻഡ നമുക്ക് അടുത്ത് നോക്കാം. ആൻഡ് ക്ലാര ദ ബാർട്ടൺ. ക്ലാര ബാർട്ടൺ കേട്ടിട്ടുണ്ടെങ്കിലും ക്ലാര ബാർട്ടൺ കേട്ടിട്ടുണ്ട്? പേര് കേട്ടിട്ടുണ്ടോ? എവിടെ? അല്ലേ കേട്ടിട്ടില്ല. ഒന്നുകൂടെ. നൈറ്റിംഗേൽ പഠിച്ചു. സെക്കൻഡ് ആരാ? ക്ലാര ബാർട്ടൺ. ബാർട്ട് ആരാടെ? ചോദ്യം വരും. ആർക്കറിയും? ആരാ? ഇനി ആരാ? വർഷം ജനിച്ച വർഷം ചോദിക്കും, മരിച്ചു ചോദിക്കും. ഇമ്പോർട്ടന്റ് കാര്യമാണ്. ആദ്യമായിട്ട് റെഡ് ക്രോസ് ആര് സ്റ്റാർട്ട് ചെയ്തു? നിങ്ങൾക്ക് അറിയാം. റെഡ് ക്രോസ് കേട്ടിട്ടുണ്ടല്ലോ? റെഡ് ക്രോസ് കേട്ടിട്ടുണ്ടല്ലോ? ആദ്യമായിട്ട് അമേരിക്കയിൽ വെച്ച് റെഡ് ക്രോസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പേര് എപ്പോഴും PSC എക്സാമിൽ ഈ ചോദ്യം ചോദിക്കും. ആരാണ് അമേരിക്കൻ റെഡ് ക്രോസ് സ്റ്റാർട്ട് ചെയ്യാനാണ്? ഇത് ക്ലാര ബാർട്ടൺ. വർഷം ജനിച്ച വർഷം 1812 ജനിച്ചു. 1812 ജനിച്ചു. 1912 മരിക്കുകയും ചെയ്തു. 812 ജനിക്കുകയും 912 മരിക്കുകയും ചെയ്തു. ക്ലാര ബാർട്ടൺ എന്ത് ചെയ്തു? ഇമ്പോർട്ടന്റ് റോൾ എന്താ? അമേരിക്കൻ റെഡ് ക്രോസ് സ്റ്റാർട്ട് ചെയ്തു. മറക്കരുത്, റെഡ് ക്രോസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെയല്ലേ ഈ അമേരിക്കൻ റെഡ് ക്രോസ് പിന്നെ അത് ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആയി മാറിയത്. ഈ ക്ലാര ബാർട്ടൺ സ്റ്റാർട്ട് ചെയ്ത അമേരിക്കൻ റെഡ് ക്രോസിലെ പിന്നെ പതിയെ ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആയി മാറിയത്. അല്ലേ? ശരിയല്ലേ? ആണ്. സോ ദ ക്ലാര ബാർട്ടൺ അപ്പോൾ ആരാ? അമേരിക്കൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത ആളെ പേര് ചോദിച്ചാൽ ആരാ? ഇമ്പോർട്ടന്റ് റോൾ ഹാൻഡിൽ ചെയ്ത ആളെ പേര് ചോദിച്ചാൽ ക്ലാര ബാർട്ടൺ ആണ്. ക്ലിയർ ആയോ? ചോദിക്കും. അമേരിക്കൻ റെഡ് ക്രോസ് ആര് സ്റ്റാർട്ട് ചോദിച്ചത് ആരാ? ക്ലാര ബാർട്ടൺ. ജനിച്ച വർഷം 812 ആൻഡ് മരിച്ച വർഷം 912. ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ വേറെ രൂപത്തിൽ പഠിപ്പിക്കും. ഈ ഓരോ പേരുകളും വീണ്ടും പഠിക്കും. ഇപ്പോഴാ അടുത്ത ദിവസങ്ങളിൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിക്കും. ഞാൻ പഠിപ്പിക്കുന്നത് ഒറ്റ രീതിയിലായിരിക്കത്തില്ല. അറിയാലോ പലർക്കും. ഒരേ രീതിയിലല്ല, ഞാൻ പല രീതിയിൽ മാറ്റി പഠിപ്പിക്കും. ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ആ ഒരു ശൈലി അനുസരിച്ച് ഞാൻ ഈ കാര്യം തന്നെ വീണ്ടും വേറൊരു രീതി പഠിപ്പിക്കും. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ ആണോ? അതാണ് ഒരു കാര്യം. ഒറ്റ രീതി മാത്രം പഠിക്കാൻ പാടില്ല. ഈ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാവും എന്ന രീതിയിൽ ഞാൻ പല രീതിയിൽ ഒരു കാര്യം മാറ്റി പഠിപ്പിക്കും. ഈ ക്ലാര ബാർട്ടനെ കുറിച്ചായാലും നൈറ്റിംഗേലിനെ കുറിച്ചായാലും വരുന്ന ചോദ്യങ്ങളെല്ലാം കൃത്യമായി പഠിക്കും. ഇനി മൂന്നാമതുണ്ട്. ഇത് ക്ലാര ബാർട്ടൺ കഴിഞ്ഞാൽ അടുത്ത ആരുണ്ട്? പ്രധാനപ്പെട്ട ആരുണ്ട്? എനിവൺ? പേര് ഈ ബുക്ക് കണ്ടായിരുന്നു? ഈ ബുക്ക് കണ്ടായിരുന്നു? ആര് തന്നു? ഇത് ലിൻഡ റിച്ചാർഡ് ഉണ്ടോ? ലിൻഡ റിച്ചാർഡ് പേരിട്ടുണ്ടോ? ലിൻഡ റിച്ചാർഡ് എന്ന് പേരിട്ടുണ്ടോ എവിടെയെങ്കിലും? ലിൻഡ റിച്ചാർഡ് പേരിട്ടുണ്ടോ? എന്താ പ്രത്യേകം? എന്താ ലിൻഡ റിച്ചാർഡ് എന്ന പ്രത്യേകം? എന്താ? എനിവൺ? ലിൻഡ റിച്ചാർഡ് എന്ന ആളുടെ പ്രത്യേകം എന്താ? ആർക്ക് പറയാം? ലിൻഡ റിച്ചാർഡ് എന്ന പേര് കേട്ടാൽ എന്ത് ഓർമ്മ വരും? ഒരിക്കലും നിങ്ങളെ കൊണ്ട് ഈ പറഞ്ഞ വർഷം സ്ഥിരമായി കേൾക്കാത്തതുകൊണ്ട് ഓർമ്മ നിൽക്കില്ല. ശരിയല്ലേ?
ഞാൻ ഫസ്റ്റ് പറയാം, ഒരിക്കലും ഈ വർഷം ജനിച്ച വർഷവും മരിച്ച വർഷവും ഓർമ്മിക്കുക. കാരണം എന്താ, നിങ്ങൾ എപ്പോഴും ഫോക്കസിൽ ആരെ പേരിടാം? നൈറ്റിംഗിന്റെ പേരല്ലേ എപ്പോഴും നിങ്ങളുടെ ഫോക്കസ് ആരെ പേരില്ല? 1820 അല്ലേ? നൈറ്റിംഗുകളുടെ വർഷം മാത്രം പഠിച്ചുകൊണ്ട് പോകും. നൈറ്റിംഗുകൾ മാത്രം ഓർമ്മിച്ചു വെക്കുന്ന ആൾക്കാർ നിങ്ങൾ. പക്ഷെ തെറ്റാണ്. എക്സാമിന് ചോദിക്കും, ലിൻഡ റിച്ചാർഡ് എപ്പോ ജനിച്ചു? 1841. 1841 ലിൻഡ റിച്ചാർഡ് ജനിച്ചു. മരിച്ച വർഷം എപ്പോഴാ? 930 അല്ലേ? 930 മരിക്കുകയും ചെയ്തു. എന്താ പ്രത്യേകത? ഫസ്റ്റ് ദ ട്രെയിൻഡ് നേഴ്സ് ആരാ? ഫസ്റ്റ് ട്രെയിൻ നേഴ്സ് ആരാ? ഫസ്റ്റ് ദ ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സ് ആരാ? അമേരിക്ക ഫസ്റ്റ് ട്രെയിൻ നേഴ്സ് ആരാടെ? ആരാടെ? നൈറ്റിംഗിളാണോ? നൈറ്റിംഗിളാണോ? അല്ല. അമേരിക്കയുള്ള ഫസ്റ്റ് ട്രെയിൻ നേഴ്സ് ആരാ? ലിൻഡ റിച്ചാർഡ്. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ചോദിക്കും ആണോടെ? ഇത് മാത്രം പ്രത്യേകത. നിങ്ങൾ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ദ നേഴ്സസ് നോട്ട് എഴുതാറുണ്ടോ? പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ദ നേഴ്സസ് നോട്ട് എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? ഇമ്പോർട്ടന്റ്. അപ്പൊ ആദ്യമായിട്ട് ദ നേഴ്സസ് നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പേര് നൈറ്റിംഗേൽ ആണോ ലിൻഡ റിച്ചാർഡ് ആണോ? ആദ്യമായിട്ട് ദ നേഴ്സസ് നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലിൻഡ റിച്ചാർഡ് ആണ്. മറക്കരുത്, നൈറ്റിംഗേൽ അല്ല. ദ ലിൻഡ റിച്ചാർഡ് ആദ്യമായിട്ട് എന്താണ് ഫസ്റ്റ് ദ നേഴ്സസ് നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പേര് ചോദിക്കും. എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ദ നേഴ്സസ് നോട്ട് എഴുതാൻ വേണ്ടി ആദ്യമായിട്ട് നോട്ട് എഴുതി തുടങ്ങിയതും ലിൻഡ റിച്ചാർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യമുണ്ട്, ഫസ്റ്റ് ഒരു നഴ്സിന് യൂണിഫോം വേണമെന്ന് പറഞ്ഞാരാ? നൈറ്റിംഗേൽ ആണോ ലിൻഡ റിച്ചാർഡ് ആണോ? ആദ്യമായിട്ട് നഴ്സിന് യൂണിഫോം വേണം, നഴ്സുമാർക്ക് യൂണിഫോം വേണം എന്ന് പറഞ്ഞാരാ? ലിൻഡ റിച്ചാർഡ്. മറക്കരുത് കേട്ടോ, നിങ്ങൾ ഇപ്പൊ ഇടുന്ന യൂണിഫോം ഇല്ലേ, ഈ ഇടുന്ന യൂണിഫോം വേണമെന്ന് പറഞ്ഞാരാ? ലിൻഡ റിച്ചാർഡ് ആണ്. ആദ്യമായിട്ട് ഒരു നഴ്സസ് നോട്ട് വേണമെന്ന് പറഞ്ഞതും അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സുമാർക്ക് യൂണിഫോം വേണമെന്ന് പറഞ്ഞ പേരെന്താ? ലിൻഡ റിച്ചാർഡ്. ആൻഡ് ദ ഫസ്റ്റ് ദ നഴ്സിംഗ് പ്രാക്ടീഷണർ അമേരിക്കയിലെ ഫസ്റ്റ് ദ നഴ്സിംഗ് പ്രാക്ടീഷണർ ലിൻഡ റിച്ചാർഡ്. ഇസ് ക്ലിയർ? ലിൻഡ ഇസ് ക്ലിയർ ആയോ? ഫസ്റ്റ് ഫ്ലോസ് നൈറ്റിൽ പഠിച്ചു. പിന്നെ പഠിച്ചത് ആര് പഠിച്ചു? പിന്നെ ആര് പറഞ്ഞു? ക്ലാര ബാർട്ടൺ ക്ലിയർ ആയല്ലോ. അണ്ട് ക്ലാര ബാർട്ടണും നൈറ്റിംഗേളും ലിൻഡ റിച്ചാർഡും ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ എല്ലാവരും പറഞ്ഞു. ഒരു ചോദിക്കുക. ക്ലിയർ ആയല്ലോ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഞാൻ അടുത്ത നോക്കാം. വിർജീനിയ ഹെൻഡേഴ്സൺ നോക്കാം. നെക്സ്റ്റ് ആരാ? വിർജീനിയ ഹെൻഡേഴ്സൺ ആരാ? നെക്സ്റ്റ് നോക്കാം വിർജീനിയ ഹെൻഡേഴ്സൺ. നെക്സ്റ്റ് വരുന്ന ആളാണ് വിർജീനിയ ഹെൻഡേഴ്സൺ. ആരാ? നമ്മളിവരെ എന്ത് പറയും? നമ്മളിവരെ എന്താ വിളിക്കുന്നത്? എന്ത് വിളിക്കും? ആദ്യമായിട്ട് ഇത് മോഡേൺ നേഴ്സിങ്ങിനെ പറ്റി ഫസ്റ്റ് ഡിഫൈൻ ചെയ്ത ആരാ? ഇത് മോഡേൺ നേഴ്സിങ്ങിനെ ഫസ്റ്റ് ഡിഫൈൻ ചെയ്തത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണോ, ലിൻഡ റിച്ചാർഡ് ആണോ, ഓർ ദ വിർജീനിയ ഹെൻഡേഴ്സൺ ആണോ, ഓർ ദ ക്ലാര ബാർട്ടൺ ആണോ? ചോദ്യം വരെ എക്സാമിൽ പ്രീവിയസ് ചോദ്യമാണ്. ഫസ്റ്റ് ആദ്യമായിട്ട് മോഡേൺ നേഴ്സിങ്ങിനെ ഡിഫൈൻ ചെയ്തത് ആര്? പേരെന്താ? ഹെൻഡേഴ്സൺ. നമുക്ക് ഇവിടെ വർഷം ഇമ്പോർട്ടൻ്റ് കേട്ടോ. വർഷമില്ലേ, വർഷങ്ങൾ പഠിക്കും, ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫസ്റ്റ് ഇത് സൈക്കാട്രിക് നേഴ്സ് ആരെ? ഫസ്റ്റ് സൈക്കാട്രിക് നേഴ്സ് ആരെ? ഫസ്റ്റ് സൈക്കാട്രിക് നേഴ്സ് ആരാ? ഫസ്റ്റ് സൈക്കാട്രിക് നേഴ്സ് ആരാ? ചോദിക്കട്ടെ, ലിൻഡ റിച്ചാർഡ് ആണോ? ആണല്ലോ. ആ, അടുത്ത ചോദ്യം. ഇന്ന് മോഡേൺ നേഴ്സിങ്ങിനെ ഫസ്റ്റ് ഡിഫൈൻ ചെയ്താരാ? മോഡേൺ നേഴ്സിംഗ് ഫസ്റ്റ് ഡിഫൈൻ ചെയ്ത അത് വിർജീനിയ ഹെൻഡേഴ്സൺ അല്ലേ? അല്ല, ഇവരെങ്ങനെയാണ് നേഴ്സിംഗ് ഡിഫൈൻ ചെയ്തത്? ഇത് മോഡേൺ നേഴ്സിനെ ഫസ്റ്റ് ഡിഫൈൻ ചെയ്തു എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ വിർജീനിയ ഹെൻഡേഴ്സൺ മോഡേൺ നേഴ്സിനെ അതിന് ഡിഫൈൻ ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഒരു ഇത് ഡെഫിനിഷൻ എങ്ങനെയാ? ഫസ്റ്റ് നമ്മൾ ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു നഴ്സിംഗിന്റെ ഇത് ഡെഫിനിഷൻ പഠിച്ചു. പക്ഷെ വിർജീനിയ ഹെൻഡേഴ്സൺ എങ്ങനെയാണ് ഇത് നഴ്സിംഗിന്റെ ഇത് ഡെഫിനിഷൻ പറഞ്ഞത്? ആർക്ക് പറയാം? എനിയോൺ രണ്ടു പേടിക്കണ്ട. ആർക്ക് പറയാം?
ആർക്ക് പറയാം? അതിന്റെ യൂണിക് ഫംഗ്ഷൻ, അതിന്റെ യൂണിക് ഫംഗ്ഷൻ എന്താ? ബാക്കി പറഞ്ഞേ, പറ. പരീക്ഷയ്ക്ക് തന്നിട്ട് ആര് പറഞ്ഞു കേട്ടോ? പരീക്ഷയ്ക്ക് വേറെ ഒരു ക്വസ്റ്റ്യനും ഇല്ല. ഇത് തന്നിട്ട് ഈ സ്ക്രീനിൽ കാണുന്നിട്ട് ആര് പറഞ്ഞ് ചോദിക്കും എന്താണ്? സോ യുണീക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു സ്റ്റാഫ് നേഴ്സിന്റെ ഒരു യുണീക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ സിക്ക് ആണോ ഓർ ദ വെല്ലാണോ എന്ന് നോക്കണോ? വേണോ? ഒരു സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുമ്പോൾ സിക്ക് ആണോ ഓർ ദ വെല്ലാണോ നോക്കണോ? അയാൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാഫ് നേഴ്സ് സിക്ക് ആണോ ഓർ വെല്ലാണോ നോക്കണോ? വേണ്ടല്ലോ. ഇൻഡിവിജ്വൽ സിക്ക് ആണോ ഓർ വെല്ലാണോ എന്ന് അറിയേണ്ട ആവശ്യമില്ല. അസുഖമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഡ്യൂട്ടി ചെയ്യാറില്ലേ? അല്ലേ? പേഷ്യന്റ് വരുന്നു, നമ്മൾ അയാൾക്ക് അസുഖം കൊണ്ട് നോക്കാറുണ്ടോ? ഉണ്ടോടെ? ഇല്ല. അപ്പൊ ഇത് ഹെൽത്തിന്റെ ഇത് പ്രൊമോഷന് വേണ്ടിയാണ്, റിക്കവറിക്ക് വേണ്ടി എപ്പോഴും എന്ത് ചെയ്യുന്നു? നോക്കാറുണ്ട്. അല്ലെ? ശരിയല്ലേ? അല്ലേ? അതുണ്ടോ? ഇപ്പൊ ഒരു സ്റ്റാഫ് നേഴ്സ് ഒരാളെ സഹായിക്കുന്നു, സിക്കായാലും വെല്ലായാലും. ഒരാളുടെ അസുഖം ആവണമെന്നില്ല, അത്യാവശ്യം നോർമലായ ഒരാൾ പോലും വന്ന പോലും ഇൻ ദ ഹെൽത്ത് കപ്പാസിറ്റി ഉള്ള ഒരാളെ പോലും സഹായിക്കണം. എന്തിനു വേണ്ടിയാ? അയാളുടെ ആവശ്യം വരുമ്പോൾ അയാളുടെ ഇത് റിക്കവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ? റിക്കവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി ചെയ്യാറുണ്ട് സ്റ്റാഫ് നേഴ്സ്. ഒരാൾ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് അയാളുടെ ഇത് റിക്കവറി അത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എപ്പോഴും സ്റ്റാഫ് നേഴ്സ് ചെയ്യാറുണ്ട്. അതിന് പറയുന്ന പേരെന്താ? അസിസ്റ്റ് ദ ഇൻഡിവിജ്വൽ അല്ലേ? അസിസ്റ്റ് ചെയ്യാറുണ്ടോ? അസിസ്റ്റ് ദ ഇൻഡിവിജ്വൽ അല്ലേ? സിക്ക് ആയാലോ അല്ലെങ്കിലോ നമ്മൾ അസിസ്റ്റ് ചെയ്യാറുണ്ടോ? അത് അയാൾക്ക് സ്വന്തമായി ചെയ്യാൻ സാധിച്ച, ആരോഗ്യം ഉണ്ടെങ്കിലും ആ ഒരു ജോലി സ്വന്തമായി ചെയ്യാൻ കഴിവില്ലെങ്കിൽ സഹായിക്കാറില്ലേ? അയാൾക്ക് നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ ഇപ്പൊ ഫുഡ് എടുത്താൽ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സഹായിക്കാറുണ്ടോ? കാണുമ്പോൾ ആരോഗ്യമുണ്ട്, പക്ഷെ ആ പ്രായമായ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യാറുണ്ടായിരിക്കും. ചെയ്യാറില്ലെങ്കിലും ചെയ്യാറുണ്ട്. സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ചെയ്യാൻ കൊടുക്കാറുണ്ടോ? ഒരു കാര്യം പറയാൻ, സ്വന്തമായി ആരോഗ്യം ഉണ്ടെങ്കിൽ പോലും ഫുഡ് എടുത്ത് കഴിക്കാൻ പറ്റാത്ത ആൾ ചേർക്കാറുണ്ടോ? യെസ്. അപ്പൊ അസിസ്റ്റ് ചെയ്യുന്ന ഒരാൾ എന്താണ്? ഒരാളുടെ ആരോഗ്യം കൊണ്ടുവരാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുകയാണ് നഴ്സിംഗ് എന്ന് പറഞ്ഞ ആളുടെ പേരെന്താ? നൈറ്റിംഗേൽ ആണോ, വിർജീനിയ ഹെൻഡേഴ്സൺ ആണോ, ക്ലാര ബാർട്ടൺ ആണോ? ആരാ? ഇപ്പൊ പറഞ്ഞ വർഷം അറിയാമോ? വർഷം അറിയാമോ? 1966 ആട്ടോ. ഇമ്പോർട്ടന്റ് വർഷം മറക്കരുത്. ഇതിപ്പോ വിർജീനിയ ഹെൻഡേഴ്സൺ പറഞ്ഞ വർഷം 1966 ഇനി വേറെ നീ ഉണ്ടോ? ഇതേ വിർജീനിയ ഹെൻഡേഴ്സൺ ഇത് അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ ഉണ്ട്. ഇത് എന്നെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെന്താ പറയുന്നത്? വർഷം അറിയാമോ? 1973 വർഷം അറിയാമോ? 73. എന്താ പറയുന്നത്? എപ്പോഴും ഇത് ഡയറക്ട് ഗോൾ ഓറിയന്റ് ആണോ? ഇത് നഴ്സിംഗ് പ്രാക്ടീഷനെ കുറിച്ച് എന്നെ കൂടുതലും പറയാൻ എന്താ പറയുന്നത്? 1973 എന്താ പറയുന്നത്? ആർക്ക് പറയാം? ഏനിയും ഒരു പേഷ്യന്റിനെ അയാളുടെ ഇത് റിക്കവറിക്ക് വേണ്ടി അസിസ്റ്റ് ചെയ്യുക എന്നാണോ? ഒരാളുടെ റിക്കവറിക്ക് വേണ്ടി അസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് ആരാ? ഇത് നൈറ്റിംഗേൽ ആണോ, വിർജീനിയ ഹെൻഡേഴ്സൺ ആണോ, ആരാണ്? റിക്കവറിക്ക് വേണ്ടി അസിസ്റ്റ് എന്ന് പറഞ്ഞ ആരാ? ചോദ്യം വരും. ആരാ? ഒരാൾ റിക്കവറിക്ക് വേണ്ടി അസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ആരാ? റിക്കവറിക്ക് വേണ്ടി അസിസ്റ്റ് ചെയ്യുന്നത് വിർജീനിയ ഹെൻഡേഴ്സൺ അല്ലേ? അതേ ചോദ്യം കേരള PSC എക്സാമിന് ഇങ്ങനെ ചോദിക്കുന്നു. ഒരാളുടെ റിക്കവറിക്ക് വേണ്ടി അയാളുടെ എൻവയോൺമെന്റ് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നവരാ? ഒരാളുടെ റിക്കവറിക്ക് വേണ്ടി അയാളുടെ എൻവയോൺമെന്റ് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ. വ്യത്യാസം മനസ്സിലായോ? ചോദ്യം വരും. വ്യത്യാസം മനസ്സിലായോ? യെസ്. ഇത്രയും പറഞ്ഞ ക്ലിയർ എല്ലാവർക്കും? ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആയി?
ഇത്രയും സ്വയം പറഞ്ഞ കാര്യം ക്ലിയർ ആയി. സ്റ്റാർട്ടിങ് ആണ് ഫൗണ്ടേഷന്റെ ഫസ്റ്റ് ക്ലാസ് ക്ലിയർ ആയി. ഫൗണ്ടേഷന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണ് നഴ്സിംഗ് എന്നും സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എന്നും ഫങ്ഷൻസും അത് നൈറ്റിംഗേലും വിർജീനിയ ഹെൻഡേഴ്സണും ആൻഡ് ക്ലാര ബാർട്ടനും ക്ലിയർ ആയി. ഫൗണ്ടേഷനിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നഴ്സിംഗ് എന്തെന്നും സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എന്തെന്നും the role of nurse എന്തെന്നും വിർജീനിയ ഹെൻഡേഴ്സണും ആൻഡ് ക്ലാര ബാർട്ടനും ആൻഡ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആയി. ഇത് ക്ലിയർ ഫോർ ഓൾ? ഫസ്റ്റ് ക്ലാസ് ക്ലിയർ ആയല്ലോ. ആൻഡ് സെക്കൻഡ് ക്ലാസ് ടുമോറോ വെക്കട്ടെ. ടുമോറോ സെക്കൻഡ് ക്ലാസ് വെക്കട്ടെ. യെസ്, നെക്സ്റ്റ് ക്ലാസ് ടുമോറോ രാത്രി ഉണ്ടായിരിക്കും. സമയം 9:30 സമയം കേട്ടോ. 9:30 സമയം 9:30. Thanks so much. See you on another class.